ഞാൻ ഹൈദരാബാദ്. ഞാൻ യാത്രയാണ് കണ്ടിന്യൂസ്. ഇപ്പൊ ഹൈദരാബാദ്. അതെ അതെ അതെ. പറയൂ, എന്തൊക്കെയാ ഇൻട്രസ്റ്റ്? എന്തൊക്കെയാ ഇൻട്രസ്റ്റ് ആദർശിന്റെ? എന്താ ഇൻട്രസ്റ്റ്? എനിക്ക് PhD ചെയ്യണമെന്നാണ് ആഗ്രഹം. ഓക്കെ, ഏത് വിഷയം? PhD ചെയ്യാൻ. അതെ, ഏത്? അതിനകത്ത് ഏത് സ്പെഷ്യലൈസേഷൻ? സ്പെസിഫിക്. ഓക്കെ, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ക്വാണ്ടം കമ്പ്യൂട്ടിംഗ്. ഓക്കെ. എനിക്ക് ഇൻട്രസ്റ്റ് അതിനോട്ടാണ്. മീൻസ് ക്വാണ്ടം മെക്കാനിക്സ് ഇഷ്ടമാണ്. ഓക്കെ. അതുകൊണ്ട് അങ്ങനെ കമ്പ്യൂട്ടിംഗ്. പക്ഷെ ബേസിക്കലി പ്രോഗ്രാമിങ്ങിനെ പറ്റിയൊന്നും എനിക്കറിയില്ല, ഡീറ്റെയിൽ ആയിട്ട് അറിയില്ല. ഞാനിപ്പോൾ ഓൾറെഡി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് പറ്റി പ്രോഗ്രാമിങ്ങിന്. ഏത് പ്രോഗ്രാമിംഗ് പഠിക്കണേ? പൈത്തണാണ് തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ. എവിടുന്നാ? അത് NPTEL ആണ് ഞാൻ കൂടുതലും ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ഒരു NPTEL കോഴ്സ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കുറെ നല്ല യൂണിവേഴ്സിറ്റികളുടെ ഓപ്പൺ കോഴ്സസ് കുറേ ഉണ്ട്. ഇത് നല്ലതാണോ NPTEL? അതെ, NPTEL നല്ലതാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. അല്ല, ഹൗ ഡു യു ആർ യു ഹാപ്പി വിത്ത് ദാറ്റ്? അതെ അതെ, ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ കോഴ്സ് ഐ ആം ഹാപ്പി വിത്ത്. അതെ. അതെ. പക്ഷെ അതേപോലെ തന്നെ ഓപ്പൺ ആയിട്ട് ഇഷ്ടം പോലെ എബ്രോഡ് യൂണിവേഴ്സിറ്റികൾ, ഹൈ സ്റ്റാൻഡേർഡ് ഉള്ള ഈ MIT അവിടെയും ഇവിടെയൊക്കെ കിട്ടും. അതെ, ഞാൻ MITയുടെ കോഴ്സുകൾ നോക്കിയിരുന്നു. പക്ഷേ അതിനൊരു ഫീസ് ഉണ്ട്. ചില കോഴ്സുകൾക്കൊക്കെ ഫീസ് ഉണ്ട്. അവർ ചിലതൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കും. അല്ല, NPTELന്റെ ഭാഗമായിട്ട് ഇന്ത്യയിലുള്ള എല്ലാ നല്ല യൂണിവേഴ്സിറ്റികളും ഉണ്ട്. അപ്പൊ അവരൊക്കെ മിക്കവാറും ഇതില് എന്തെങ്കിലുമൊക്കെ സ്പെഷ്യലൈസേഷൻസ് ഉള്ളവരായിരിക്കും. ഇത് IIT മദ്രാസ് കമ്പൈൻഡ് വിത്ത് IBM നടത്തുന്ന ഒരു പ്രോഗ്രാം. അതെ അതെ അതെ. അതുകൊണ്ട് ഡോക്ടർ, എനിക്കൊരു ഡൗട്ട് എന്ന് പറഞ്ഞാൽ വെദർ ടു ലുക്ക് ഫോർ എ PhD ഓർ എ ജോബ്. ഞാൻ സജസ്റ്റ് ചെയ്യാം ജോബാണ്. unless you have a very specific promising job after PhD in physics. ഇപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ ഈവൻ ഇഫ് യു നോ ദ അഡ്വാൻസ്ഡ് ഫിസിക്സ്, യു ആർ കൺസിഡേർഡ് ഓൺലി ആസ് എ ഹ്യൂമാനിറ്റീസിന്റെ കീഴിൽ വരുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് പെടുക. ബിക്കോസ് യുവർ ഡിഗ്രി ഈസ് നോട്ട് അവാർഡഡ് ബൈ എ ടെക്നിക്കൽ ഡിപ്പാർട്ട്മെന്റ്. ഇപ്പം ഇതിന് പകരം ആദർശനുള്ള വിവരം പോലും ഇല്ലാത്തൊരു MTech-കാരന് he will become a technical. അയാൾക്ക് വലിയ വിവരം ഉണ്ടാവണമെന്നില്ല, MTech പഠിച്ചു പോയി അബദ്ധത്തിൽ എന്നുള്ളത്. അപ്പൊ ഈ ഒരു കാറ്റഗറൈസേഷൻ ഇന്ത്യയിൽ നല്ല പോലെ ഉണ്ട്. ഇറ്റ് ഈസ് നോട്ട് ദർ വെൻ യു ഗോ അബ്രോഡ്. PhD എടുത്തു കഴിഞ്ഞാലും ഇഫ് യു ആർ ഫ്രം എ സയൻസ് ഡിപ്പാർട്ട്മെന്റ് ഇറ്റ് ഡസന്റ് സപ്പോർട്ട് യു മച്ച്. കാരണം സയൻസ് കോളേജിൽ ഉള്ള പേയ്മെന്റ് ഒക്കെ വളരെ കുറവാണ്. ഓൺലി ടെക്നോളജി പേ യു ഗുഡ്. പിന്നെ ബേസിക് ഫിസിക്സ് എന്ന് പറയുന്ന വിഷയത്തിൽ എബ്രോഡിലൊക്കെ പോയി PhD ചെയ്യണമെങ്കിൽ ദർ ഹാസ് ടു ബി ഫണ്ടിങ്. ഇപ്പൊ അപ്ലൈഡ് സയൻസ് അല്ലാതെ ഒരു ഗവൺമെന്റിലും ഒരാളും കാശ് കൊടുക്കില്ല. ഇപ്പൊ ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ PhD ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു തിയറി എഴുതി കൊടുത്തു കഴിഞ്ഞാൽ DSTO, CSIR, UGCO ഒക്കെ കുറച്ച് ഫണ്ട് കൊടുത്തിട്ട് കുറേ PhD-കാരെ നിർമ്മിക്കും. പക്ഷെ അതിനൊന്നും ബേസിക് അപ്ലിക്കേഷൻ ഇല്ല. കാരണം ഈ PhD കൊടുക്കുന്ന ഒരാൾക്കും he doesn't have any idea about where is it going to be used. തിയററ്റിക്കൽ ആണ് മിക്കവാറും സ്റ്റഡീസ്. ഇപ്പം ഞാനൊക്കെ PhD ഫ്ലൂയിഡ് മെക്കാനിക്സ് ചെയ്യുന്ന സമയത്ത് we had a counterpart from Canada. He was a technical person. അപ്പോൾ അദ്ദേഹം ചെയ്യുന്ന എക്സ്പെരിമെന്റ്സിന് നമ്മളൊരു തിയററ്റിക്കൽ സപ്പോർട്ട് പോലെ കൊളാബറേറ്റീവ് PhD അത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ പോകാനുള്ളൊരു ചാൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ the PhD is given by a science department, you are a science PhD, not a technical PhD.
ഇപ്പം ഞാൻ ഫ്ലൂയിഡ് മെക്കാനിക്സ് ഏത് മെക്കാനിക്കൽ എഞ്ചിനീയർ അറിയുന്നതിനേക്കാളും ചിലപ്പോൾ നമുക്ക് അറിയാം. ബട്ട് ദാറ്റ് ഡസൻ ഗിവ് മി എ ക്രെഡിറ്റ് ഓഫ് ബീങ് എ ടെക്നിക്കൽ PhD. അതുകൊണ്ട് ഞാൻ എഞ്ചിനീയറിംഗ് കോളേജിലൊക്കെ പ്രിൻസിപ്പൾ ആവാനും ഞാൻ യോഗ്യനല്ല. എൻ്റെ PhD അല്ല, അതല്ല. പക്ഷേ ഐ ക്യാൻ ബി എബവ് എ പ്രിൻസിപ്പാൾ കോൾഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഓഫ് എൻ എഞ്ചിനീയറിംഗ് കോളേജ്. എന്നിട്ട് പ്രിൻസിപ്പൾ എൻ്റെ കീഴിലിരുത്താം. അത് ഞാൻ ചെയ്തിട്ടുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇന്ത്യൻ സിസ്റ്റം ആലോചിച്ചൊക്കെ എനിക്ക് പ്രിൻസിപ്പൾ ആവാൻ പറ്റില്ല, പക്ഷെ പ്രിൻസിപ്പളുടെ മുകളിലിരിക്കുന്ന എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ഞാൻ ക്ലാസ് എടുക്കാം. മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കലും ഇലക്ട്രോണിക്സ് ഒക്കെ ഞാൻ ക്ലാസ് എടുത്തിട്ടുണ്ട്. ആ പ്രിൻസിപ്പൾ എനിക്ക് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യാം. അതൊരു വല്ലാത്തൊരു സിസ്റ്റമാണ്. അപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ ഇറ്റ് ഡസൻ വർത്ത്. നമ്പർ 1. നമ്പർ 2, ഏത് കമ്പനിക്കും ദേ ഡോണ്ട് റിക്വയർ എ സ്പെഷ്യലിസ്റ്റ്. കാരണം ആ കമ്പനിയുടെ പണി എന്താണോ അതിലേക്ക് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്ത് പോവുകയാണ്. ഇപ്പോൾ ജോലിയാകുമ്പോൾ 4 കൊല്ലത്തെ ജോബ് എക്സ്പീരിയൻസ് ആണോ 4 കൊല്ലത്തെ PhD ആണോ നല്ലതെന്ന് ചോദിച്ചാൽ 4 കൊല്ലത്തെ ജോബ് എക്സ്പീരിയൻസ് ആണ് ഏത് കമ്പനിയും നോക്കാം. കാരണം നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കിയിട്ടൊന്നുമല്ലല്ലോ അയാൾ നിങ്ങളെ ജോബ് തരുന്നത്, ശമ്പളം തരുന്നത്. എബ്രോഡ്ലി PhDക്ക് ദർ ഇസ് നോ ഫണ്ടിങ് ഇഫ് ഇറ്റ് ഡസൻറ്റ് ഹാവ് എ ഡയറക്റ്റ് അപ്ലിക്കേഷൻ. കാരണം എബ്രോഡ് യൂണിവേഴ്സിറ്റികളൊന്നും വെസ്റ്റിലൊന്നും ഫണ്ട് ചെയ്യുന്നത് ഗവൺമെന്റ് അല്ല, പ്രൈവറ്റ് കമ്പനികളാണ്. ആ കമ്പനി ഫണ്ട് ചെയ്യണമെങ്കിൽ അവർക്ക് എന്തെങ്കിലും ഒരു പ്രോഡക്റ്റ് അതിനകത്ത് കിട്ടണ്ടേ? അതല്ലെങ്കിൽ ഹൂ ഇസ് ഗോയിങ് ടു? ന്യൂക്ലിയർ സയന്റിസ്റ്റുകൾ ആവശ്യമുണ്ട്. അവിടുത്തെ ന്യൂക്ലിയർ ലാബുകൾ യൂണിവേഴ്സിറ്റിയെ ഫണ്ട് ചെയ്യും. അങ്ങനെ ഫണ്ട് ചെയ്യുമ്പോൾ തന്നെ ആ ലാബിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ PhDക്ക് അവിടെ ജോയിൻ ചെയ്യും. എന്നിട്ട് ആ ഫണ്ട് കംസ് ബാക്ക് ടു ഹിം ആക്ച്വലി. അങ്ങനെയാണ് യൂണിവേഴ്സിറ്റി. അപ്പോൾ അതിനകത്ത് ഒരാൾ ലാബിൽ നിന്നുള്ള ഒരാൾക്ക് PhD വേണം, അല്ലെങ്കിൽ ലാബിൽ നിന്നുള്ള കുറച്ച് പേർക്ക് ദേ ആർ നോട്ട് ഏബിൾ ടു അക്കമഡേറ്റ് ഇൻ ദ ലാബ് ഫോർ എ പൊസിഷൻ. യു ഓപ്പൺ എ നോ ഫണ്ടിങ് ഫോർ ദ യൂണിവേഴ്സിറ്റി, ആസ്ക് ദം ടു പേ ത്രൂ ദ യൂണിവേഴ്സിറ്റി. ഇപ്പം എനിക്ക് ഇസ്രോയിൽ വർക്ക് ചെയ്യുന്നു എന്ന് വിചാരിക്കും. എനിക്ക് ഇസ്രോയിൽ ഒരു സയൻറ്റിസ്റ്റിനെ എടുക്കണമെങ്കിൽ എനിക്ക് പ്രശ്നമാണ്. പക്ഷെ എനിക്ക് വേണമെങ്കിൽ ചിന്മയ യൂണിവേഴ്സിറ്റിക്ക് ഒരു 10 കോടി കൊടുത്തിട്ടൊരു പ്രോജക്റ്റ് തരും. എന്നിട്ട് എൻ്റെ ബന്ധപ്പെട്ടവരോ എനിക്കറിയുന്നവരോ എനിക്ക് PhDക്ക് താല്പര്യമുള്ള കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കീഴിൽ അവിടെ തന്നെ കാശ് കൊടുത്ത് എനിക്ക് അവിടെ ആക്കാം. ആ ബന്ധുക്കളൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ലല്ലോ. ഡിപ്പാർട്ട്മെന്റിൽ ഓഫർ കൊടുക്കുന്ന സമയത്ത് ഇറ്റ്സ് എ പെർമനന്റ് ജോബ്, ഇറ്റ്സ് എ പ്രോബ്ലം. ഇതൊക്കെ ഒരു ബട്ട് ആഫ്റ്റർ 4 years വാട്ട് വിൽ ഹാപ്പൻ? യു ഗെറ്റ് എ PhD ബട്ട് യു ഡോണ്ട് ഹാവ് എനിത്തിങ് എൽസ്. ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ഒക്കെ എടുത്ത് 1-2 പേറ്റന്റ് ഒക്കെ എടുത്ത് നല്ല വർക്കൊക്കെ ചെയ്തിട്ടുള്ള ഫിസിക്സുകാരെ പോലും എനിക്കറിയാം. അവർക്ക് നമുക്കൊരു ഫെലോഷിപ്പ് ഒരു 25 അല്ലെങ്കിൽ 30,000 കിട്ടിയെന്ന് വിചാരിക്കും. ആ സമയത്ത് ഒരു യൂണിവേഴ്സിറ്റി താമസിക്കുന്ന സമയത്ത് ഹോസ്റ്റൽ ഈസ് ഓൾമോസ്റ്റ് ലൈക്ക് ഫ്രീ. അത്രയൊന്നും കാശ് കൊടുക്കണ്ട ഭക്ഷണത്തിനും താമസത്തിനൊന്നും. അത് കഴിഞ്ഞ് ഒരു എഞ്ചിനീയറിംഗ് കോളേജിൽ ജോലി കിട്ടുമ്പോൾ കേരളത്തിൽ ഹി ഈസ് പെയ്ഡ് 10,000 rupees and he has to hunt for a house. അക്കോമഡേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. സോ ഐ ഹാവ് സീൻ ലോട്ട് ഓഫ് പീപ്പിൾ ഗെറ്റിംഗ് ഡിപ്രസ്ഡ് ആഫ്റ്റർ ദാറ്റ്. അതെ ഡോക്ടർ, അതാണ് എനിക്കൊരു പ്രശ്നം. ഫിനാൻഷ്യലി അത്ര സെറ്റ് ഉണ്ടല്ലോ, അതാണ് എൻ്റെ ഒരു ഡൗട്ട്. അല്ല, അത് എഞ്ചിനീയറിംഗ് കോളേജ് എന്താ കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഞാനിപ്പോൾ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് അത് നോട്ട് ഈവൻ സയൻസ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ആൻഡ് ഗ്രാജുവേറ്റ്സ്. ഞാൻ അക്കാഡമിക്സ് വളരെ ഇഷ്ടപ്പെടുന്ന ഒരാളാണെങ്കിലും പലപ്പോഴും പേഴ്സണലി ഇങ്ങനെ ഡിസ്കസ് ചെയ്യുമ്പോൾ സോ ഐ മേ ഹാവ് ടു ഡിസ്കറേജ്. അതിന് കാരണം എന്ന് വെച്ചാൽ ഞാൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് ഇലക്ട്രോണിക്സിൽ 2 പോസ്റ്റാണുള്ളത് എനിക്ക്. അപ്പോയിൻമെൻറ്റ് ഞാൻ അഡ്വർടൈസ് ചെയ്താൽ 2,000 പീപ്പിൾ അപ്ലൈ. അതും നോർത്ത് മലബാറിലെ ഓണങ്കേറ മൂലയിൽ ആരും വരാത്തൊരു സ്ഥലത്ത് പോലും 2,000 പേർ റെഡിയാണ്. അതിൽ ഒരു 500 പേര് ശാസ്ത്ര യൂണിവേഴ്സിറ്റിയിൽ നിന്ന് മാത്രമുള്ളവരായിരിക്കും. ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്ത് വിടുകയല്ലേ എംടെക്കിനൊക്കെ. അത് അവർക്കൊന്നും ഗേറ്റ് പാസ്സാവില്ല, ജീവിതത്തിൽ ഒരിക്കലും ഗേറ്റ് പാസ്സാകാത്തവരായിരിക്കും. ഒരു സെന്റൻസ് പോലും ഇംഗ്ലീഷ് ശരിക്കും പറയാൻ പറ്റുന്നുണ്ടാവില്ല. അതിനിടയിൽ ആ എഞ്ചിനീയറിംഗ് കോളേജിൽ ഏതെങ്കിലും ഒരു ബോർഡ് മെമ്പറോ അല്ലെങ്കിൽ അയാളുടെ അയൽവാസിയോ ബന്ധുക്കളോ ആരെങ്കിലുമൊക്കെ വന്നിട്ട് പറയും എൻ്റെ ഇന്നാളുടെ ഒരു മോക്ക് ഒരു ജോലി വേണം. അപ്പോൾ എത്ര ശമ്പളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശമ്പളമൊന്നും വേണ്ട, വെറുതെ അവിടെ വെച്ചാൽ മതി. അങ്ങനെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് 3,000 രൂപ 4,000 രൂപ ഒക്കെ കൊടുത്തിട്ട് എംടെക് പാസ്സായിട്ടുള്ളവരെ ടീച്ചേഴ്സായിട്ട് വെച്ചിട്ടുണ്ട്. യു അണ്ടർസ്റ്റുഡ്? അപ്പോൾ എനിക്ക് 4,000 രൂപ കൊടുത്തിട്ട് എംടെക്കിന് കിട്ടുമെങ്കിൽ
why should I pay 20,000 rupees or 30,000 to somebody else? അപ്പോൾ ഹൈദരാബാദിലൊക്കെ എങ്ങനെയാ വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന കാലത്ത് ഞാൻ HOD ഓഫ് എ ഡിപ്പാർട്ട്മെന്റ്. അപ്പം നമുക്ക് ഈ ഇൻഡസ്ട്രിയൽ എക്സ്പീരിയൻസും അതൊക്കെ ഉള്ളത് കൊണ്ട് they pay you good. Even there are universities they pay you without even going there. ആ സർട്ടിഫിക്കറ്റും പേരും കൊടുത്താൽ മതി. ഇപ്പം അങ്ങനെ കുറേ നടക്കുന്ന തമിഴ്നാട്ടിൽ 95 അതിലധികമോ എനിക്ക് തോന്നുന്നു എബവ് 100 ഓൾമോസ്റ്റ് കോളേജുകൾക്ക് നോട്ടീസ് കിട്ടി. അവർ ഒരേ ആളുടെ പേര് 10 സ്ഥലത്ത് കൊടുത്തിട്ടുണ്ടാവും. See, I can give my certificate and then say I am part of you. Give certificate to somebody else, say I am part of you. Everybody advertised. അതിൽ ഏറ്റവും എളുപ്പം വിസിറ്റിംഗ് പ്രൊഫസറൊക്കെയാണ്. ഇപ്പം ഞാനിപ്പം പ്രൊഫസർ ഓഫ് പ്രാക്ടീസസ് ഫോർ ICFI ആണ്. ആരും എൻ്റെ സർട്ടിഫിക്കറ്റ് ഒന്നും വെരിഫൈ ചെയ്തിട്ടില്ല. എനിക്ക് MBA ഉണ്ടോ, എൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഞാൻ ഡോക്ടറേറ്റ് എടുത്തു, ഒന്നും ചോദിച്ചില്ല. They have offered me a post by email. I have accepted that by email. That's it. കാരണം അതുകൊണ്ട് അവർക്കും ഒരു നഷ്ടമില്ല, എനിക്കും ഒരു നഷ്ടമില്ല. ഐ എം നോട്ട് ഗോയിങ് ദർ, ദേ ആർ നോട്ട് കോളിംഗ് മീ, ക്ലാസ്സുകളില്ല. പിന്നെ അവർക്കൊരു ഡെക്കറേഷനാണ്, യെസ് a scientist retired from Department of Space with a PhD in mathematics, with an MBA, with so many scholarships and all that. He is part of our university. ഇതൊക്കെ ഒരു ഡെക്കറേറ്റീവ് പോസ്റ്റിന് സംബഡി വെൽ പോസ്റ്റ്. അവിടെ ശരിക്കും പഠിപ്പിക്കുന്ന മാഷന്മാരോ, അവനൊരു MCOM ആണെങ്കിൽ അവന് 3,000 രൂപ 6,000 രൂപയാണ് ഹൈദരാബാദ്. Do you know how much a MBBS doctor paid for a night posting in a hospital in Hyderabad? 175 രൂപ per night. മനസ്സിലായോ? എൻ്റെ വീട്ടിൽ വരുന്ന സർവൻ മെയ്ഡിന് ഒരു മാസം 6,000 രൂപ, 4 വീടുകളും വർക്ക് ചെയ്താൽ ഷീ ഗെറ്റ് 24,000 rupees. And food free, kapda free, everything free. Makkan is also free. Staying in somebody's quarters. അതിൻ്റെ ഔട്ട് ഹൗസിലാണ് താമസിക്കുന്നത്, എൻ്റെ തൊട്ടടുത്ത്. ബിക്കോസ് ഷീ സർവ്സ് ഇൻ ദറ്റ് ഹൗസ്, റൈറ്റ്? അപ്പോൾ ഇത് ഒരു ക്വാളിഫിക്കേഷന് വേണ്ടിയിട്ട്, ജോലിക്ക് വേണ്ടിയിട്ട് ഒക്കെയാണ് എന്നുള്ളത് സെപ്പറേറ്റ് ചെയ്ത് പഠിക്കണം. യെസ്, യു വാണ്ട് എ PhD, ഇറ്റ്സ് ഗുഡ്. അക്കാഡമിക്സ് ഇറ്റ്സ് ഗുഡ്. ബട്ട് ബേസ്ഡ് ഓൺ ദാറ്റ് ഡു യു ഗെറ്റ് എ ജോബ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൗട്ട്ഫുൾ. അത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയിലും IITസിലായാലും IIScസിലായാലും ഇതേ സിറ്റുവേഷൻ തന്നെയാണ്. അല്ല, നമ്മൾ ചെയ്യുന്ന വർക്കും ഇപ്പം നമ്മളിപ്പം IAS നല്ലൊരു സ്റ്റുഡൻ്റ് ആണ്. ഇപ്പം ഞാനൊക്കെ PhD ചെയ്യുന്ന സമയത്ത് എൻ്റെ പ്രൊഫസർ വൈസ് ചാൻസലർ ആയിരുന്നു. ഏതിനും പറഞ്ഞാൽ എന്നോട് പറയും ഐ വിൽ ഗിവ് യു ജോബ്, കം ഈ ഇന്റർവ്യൂവിന് അറ്റൻഡ് ചെയ്യുക, ഐ വിൽ ഗിവ് യു ജോബ്. പക്ഷെ ഞാനങ്ങനെ ആ ഇന്റർവ്യൂവിന് പോയിട്ട് അവിടെ ജോബ് എടുക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കേണ്ടത്, വെളിയിൽ നിന്ന് അപ്ലൈ ചെയ്യുന്ന 40 പേര് അവിടെ ഉണ്ടാവുമല്ലോ, ദേ ഡോണ്ട് ഗെറ്റ് എ ചാൻസ്, റൈറ്റ്? അപ്പം ഈ യൂണിവേഴ്സിറ്റികളിൽ അപ്പോയിൻമെന്റ് കിട്ടും. എൻ്റെ പ്രൊഫസർക്ക് എൻ്റെ നല്ല ഹോൾഡ് ഉണ്ടെങ്കിൽ അയാൾ ചിലപ്പം എന്നെ ഇഷ്ടമാണെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യും. പക്ഷെ ഐ ഓപ്റ്റഡ് ടു ബിക്കം എ സയന്റിസ്റ്റ് ബിക്കോസ് ആഫ്റ്റർ ബിക്കമിങ് എ ടീച്ചർ ഐ ക്യാൻ നെവർ ബി എ സയന്റിസ്റ്റ്. ആഫ്റ്റർ ബിക്കമിങ് എ സയന്റിസ്റ്റ് ഐ വിൽ ഓൾവേസ് ക്യാൻ ബിക്കം എ ടീച്ചർ, റൈറ്റ്? അപ്പം നമ്മൾ നോക്കേണ്ടത്, ജോബ് കിട്ടുമ്പോൾ ഗവൺമെന്റ് ജോബുകളിൽ, സയന്റിസ്റ്റ് പോസ്റ്റുകളിൽ വെദർ യു ഗെറ്റ് ആൻ എക്സ്ട്രാ അഡ്വാൻറ്റേജ് ഇഫ് യു ഹാവ് ഗോട്ട് എ PhD എന്നാണ് ചോദ്യം. അതില്ല. നിങ്ങൾക്ക് PhD ഉള്ളത് കൊണ്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ ഒരു സ്പെഷ്യൽ കൺസിഡറേഷൻ ഒന്നും ഇല്ല. നിങ്ങൾ MSc ആയിട്ട് ചേരുമ്പോൾ SC പോസ്റ്റ് ആണെങ്കിൽ, SC to SD പ്രൊമോഷൻ 3 വർഷം 4 വർഷം ആണെങ്കിൽ യു വിൽ ഹാവ് ടു വെയിറ്റ്. നിങ്ങൾ PhD ഉള്ളതുകൊണ്ട് SD കിട്ടുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്പേസ് ഡിപ്പാർട്ട്മെന്റിൽ ഞാനൊരു പ്രോജക്റ്റ് ചെയ്യുമ്പോൾ എൻ്റെ കീഴിൽ 4 വർഷം വർക്ക് ചെയ്ത് ആരും ഇല്ലെങ്കിലല്ലേ ഞാൻ ഒരു PhD എടുക്കേണ്ടത്. പിന്നെ നിങ്ങളുടെ വർക്ക് എക്സാക്ട്ലി എൻ്റെ ആവശ്യമായിട്ട് ബന്ധപ്പെട്ടാലല്ലേ ഞാനൊരു സ്പെഷ്യൽ ആളെ എടുത്തിട്ട് അത് വർക്ക് ചെയ്യുള്ളൂ. അങ്ങനെ ഒരു പ്രോജക്റ്റ് നിങ്ങൾക്ക് എവിടെയെങ്കിലും കിട്ടിയിട്ട് അവിടെ PhD ചെയ്യുകയാണെങ്കിൽ യെസ്, ഇറ്റ് വർക്ക്സ്. അത് വളരെ റെയറാണ്. കാരണം ഏത് അക്കാഡമിക്സിലും PhDക്ക് ഗൈഡ് ചെയ്യുന്ന ഒരു പ്രൊഫസർക്ക് he has got very less knowledge about what is technically happening in a technical lab in India. ആ വിവരം ഉണ്ടെങ്കിൽ പിന്നെ അയാൾ അവിടെ അങ്ങനെ ഇല്ലല്ലോ, വെറും തിയററ്റിക്കൽ ആണ്. ദേ ഡോണ്ട് ഹാവ് പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ്. അപ്പോൾ അതുകൊണ്ട് അക്കാഡമിക് കൊളാബറേഷൻ ടു ഇൻഡസ്ട്രി നല്ലപോലെ ഇല്ലാത്തത് കൊണ്ട്, ഫണ്ടിങ് നല്ലപോലെ ഇല്ലാത്ത, എബ്രോഡിലും ഫണ്ടിങ് ഇല്ല, പലർക്കും അതാണ് പറ്റുന്നത്. പിന്നെ നല്ല ഫെലോഷിപ്പ്, കീപ്പ് ഓൺ അപ്ലൈങ്, ഗെറ്റ് സം ഫണ്ടിങ്, ഗെറ്റ്സ് എ പ്രസ്റ്റീജിയസ്, ലോട്ട് ഓഫ് അഡ്വർടൈസ്മെന്റ് യു ക്യാൻ സീ ഓൺ എനിവർ. ആദ്യം ചോദിക്കേണ്ടത് ഡു യു ഫണ്ട്, ഡു യു ഗിവ് ഫെലോഷിപ്പ്. അവർ ഉടനെ താഴ്ത്തു വെക്കും. കാരണം
കുറേ അബ്രോഡ് യൂണിവേഴ്സിറ്റികൾ ജീവിക്കുന്നത് ഇന്ത്യ പോലെയുള്ള രാജ്യത്ത് നിന്ന് ഹയർ സ്റ്റഡീസിന് പോകുന്ന ആൾക്കാരുടെ ഫീസിലാണ്, ഫണ്ടില്ലാത്തതുകൊണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഫീഡ് ചെയ്യുന്നത് ഇന്ത്യയും ചൈനയും ഒക്കെയാണ്, കുറേ ഗൾഫ് കൺട്രി. അപ്പോൾ അവർക്കൊക്കെ കാശുണ്ട് ഇഷ്ടം പോലെ കയ്യിൽ. ഇപ്പോൾ ഒരു പാരന്റിന് ഒരു മകളെ PhDക്ക് അമേരിക്കയിൽ പറഞ്ഞേക്കുമ്പോൾ 1-2 കോടി ചിലവാക്കിയാൽ ഒരു പടിയുമില്ല. ബിക്കോസ് ദേ ഹാവ് ഫണ്ട്. അങ്ങനെ 3 ലക്ഷം ആൾക്കാർ അമേരിക്കയിൽ പല യൂണിവേഴ്സിറ്റികളിലും പോയി പഠിക്കുമ്പോൾ അമേരിക്ക കിട്ടുന്ന കാശ് ആലോചിച്ച് നോക്കും. അതിന് ഏജൻസി ഫീ എത്ര ഉണ്ടാവും? ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ ഹൈദരാബാദ് ടു ഗോവ പോകുന്ന സമയത്ത് എൻ്റെ ഫ്ലൈറ്റിൽ തൊട്ടടുത്തിരുന്നൊരു കുട്ടി ഗ്രാജുവേഷന് വേണ്ടിയിട്ട് പോവാണ് അബ്രോഡ്. ഇറ്റ് മസ്റ്റ് ബി അറൌണ്ട് 2 crores 3 years പ്രോഗ്രാം. അത് വർത്താണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ദേ ആർ റിച്ച്, ദേ ഹാവ് മണി, ദേ വാണ്ടഡ് ടു എക്സ്പീരിയൻസ്. അതും പോകുന്നതോ സൈക്കോളജി പഠിക്കാനോ അല്ലെങ്കിൽ BBA പഠിക്കാനോ, മനസ്സിലായോ? അത് അവിടുത്തെ ഒരു പ്രൊഫസർ പറയുന്നത് ഓൺലൈനായിട്ട് ഐ ക്യാൻ ഡു ഇറ്റ് ഹിയർ, ഗെറ്റ് എ ഡിഗ്രി ഹിയർ. പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് മാസ്റ്റേഴ്സ് ചെയ്യണമെങ്കിൽ അവിടെ പോകുമ്പോൾ ദേ ഡോണ്ട് കൺസിഡർ യു. അപ്പോൾ അതിന് നോക്കിയിട്ടാണ് ഗ്രാജുവേഷൻ മുതലേ അവിടെ പോകുന്നത്. ഇനി അവിടെ പഠിച്ചു കഴിഞ്ഞാലോ, യെസ് യു ആർ എ മെഡിക്കൽ പ്രാക്ടീഷണർ, യു ഗെറ്റ് എൻ എക്സ്ട്രാ. അതല്ലാത്ത പലർക്കും അതെന്ന് വെച്ചാൽ ഡയറക്റ്റ് അപ്ലിക്കേഷൻ ഉണ്ട് മെഡിക്കൽ പ്രാക്ടീഷണേഴ്സിന്. അവരുടെ വിസ ഈസ് എ ഡിഫറെൻറ്റ് അമേരിക്കയിലൊക്കെ ആണെങ്കിൽ. ഇപ്പം യു ഗോ ടു കനഡ, യു ഗെറ്റ് എ PR. അപ്പം PhDക്ക് കനഡയിലാണ് കിട്ടണമെന്ന് വിചാരിക്കുക. യു ആർ നോട്ട് ലുക്കിംഗ് ഫോർ യുവർ PhD, യു ആർ നോട്ട് ലുക്കിംഗ് ഫോർ യുവർ, ഇത്രയും സമയം ഞാൻ പറഞ്ഞത് ജോബും നോളജും ഫണ്ടിങ്ങും ഒക്കെയാണ്. അതൊന്നുമല്ല എനിക്കൊരു പെർമനന്റ് റെസിഡൻസി കിട്ടുകയാണ് കനഡയിൽ. അത് ഹോമിയോപ്പതി ഡോക്ടേഴ്സ് പോയാലും രാത്രി വാച്ച്മാനായിട്ട് വർക്ക് ചെയ്യുന്ന ഹോമിയോപ്പതി ഡോക്ടേഴ്സ് എൻ്റെ അറിവിലുണ്ട്. ഒരു ദിവസം ഒരു ഇന്റർനാഷണൽ പ്രോഗ്രാമിൽ വി വർ ടോക്കിംഗ് ആൻഡ് ദെൻ ഹി വാസ് ഓൺ ലൈവ് ആൻഡ് ബട്ട് അയാളുടെ തൊപ്പി കണ്ട് ഞാൻ ചോദിച്ചു, വൈ ആർ യു വെയറിംഗ് ദ ക്യാപ്പ് എന്ന് ചോദിച്ചു. സീ മൈ ഫുൾ യൂണിഫോം, ഐ ആം no watchman in the place. Said I know you as a doctor, yeah. കാരണം ഇവിടുത്തെ ഹോമിയോപ്പതി അവിടെ പ്രാക്ടീസ് ചെയ്യാൻ പാടില്ല. അയാൾക്ക് PR കിട്ടി. അവിടുത്തെ ഒരു നേറ്റീവിനെ കല്യാണം കഴിച്ചു, ഗുജറാത്തുകാരനാണ്. അവിടുത്തെ ഒരു കനേഡിയൻ ലേഡിയെ, അതേതോ നീഗ്രോ ആണ്, ആഫ്രിക്കൻ ലേഡിയെ കല്യാണം കഴിച്ചു. ഹാപ്പി വണ്ടർഫുൾ, ലൈഫ് ഈസ് വണ്ടർഫുൾ. അപ്പോൾ നമ്മുടെ ഒബ്ജക്റ്റീവ് ഡിഫറെൻ്റ് ആണെങ്കിൽ assume that you want to go to some place where you want to get a permanent visa. There are many countries who wanted people there. Australia പോവാണെങ്കിൽ it's wonderful. പക്ഷേ you must be ready to do many jobs. ഇതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടിയാൽ വണ്ടർഫുൾ. ടീച്ചിങ് കിട്ടിയാൽ ഇറ്റ്സ് ഓക്കെ. യുവർ ഇംഗ്ലീഷ് ഈസ് ഗുഡ്, യുവർ ബേസിക് examinations and all you pass, and then I'm sure you get such a job which is of prestigious. Or you find somebody, do an education parallelly there. അവിടുന്ന് കിട്ടിക്കഴിഞ്ഞ് പിന്നെയും പാരലലി പഠിക്കുക, കുറേ യൂണിവേഴ്സിറ്റികളിൽ പോവുക, കീപ് ജമ്പിങ് അറ്റ് ഡിഫറെൻറ്റ് പ്ലേസസ്. യെസ്, ഇറ്റ് വർത്ത് ഇറ്റ്. നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫ് വിൽ ബി എൻറ്റയർലി ഡിഫറെൻറ്റ്, നോട്ട് ദ വേ വാട്ട് വി ആർ ഇൻ ദിസ് കൺട്രി. അങ്ങനെ എൻജോയ് ചെയ്യുന്ന കുറേ പേരുണ്ട്. ഇന്ത്യയിലെ എക്സാമിന് ജോലി ഞാൻ നോക്കിയപ്പോൾ UPSC ജിയോ സയന്റിസ്റ്റിന്റെ എക്സാം എഴുതാൻ പറ്റും. അതുപോലെ തന്നെ കേരള PSC ഫോറൻസിക്സ് എക്സാം, എയർ ട്രാഫിക് കൺട്രോളർ എക്സാം, RRB ജൂനിയർ എഞ്ചിനീയർ എക്സാം. അപ്പോൾ ഇതൊക്കെ എനിക്ക് എഴുതാൻ പറ്റും. സോ എനിക്കിങ്ങനെ ഒരു ഡിലമയാണ്, വെദർ ടു PhD ഓർ അങ്ങനെ ഒരു കൺഫ്യൂഷനാണ് എപ്പോഴും. അല്ല, നമുക്ക് ഞാൻ ചോദിക്കുന്നത്, എക്സാമിനേഷൻ എഴുതാൻ there are plenty of opportunities in India. ഓക്കെ, നമ്മൾ പലപ്പോഴും ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പം സാധാരണ ആൾക്കാർക്ക് പറ്റുന്നത്, ഇപ്പം ബാങ്ക്, യു ആർ ഓൾസോ എലിജിബിൾ ടു ഗെറ്റ് എ ബാങ്ക് ജോബ്. ഞാൻ MSc പഠിച്ചു പോയത് കൊണ്ട് ബാങ്ക് പോകേണ്ടതില്ല. ഇപ്പം എൻ്റെ തന്നെ ബാച്ച് മേറ്റ്സ് BSc പഠിക്കുമ്പോൾ തന്നെ ബാങ്ക് പോയവരുണ്ട്. എന്നെക്കാളും ബ്രൈറ്ററും എന്നെക്കാളും ബ്രില്യൻറ്റും എന്നെക്കാളും മാത്തമാറ്റിക്സിനോട് താല്പര്യമുള്ളവരും ഇന്റേണൽ മാത്തമാറ്റിക്സ് എന്നെക്കാളും അറിയുന്ന ബാലകൃഷ്ണനൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. എനിക്ക് അത്രയൊന്നും അറിയില്ല. പക്ഷെ സാഹചര്യം കൊണ്ട് ബാങ്കിൽ ജോലിക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞാൻ PhD ചെയ്യുന്ന സമയത്ത് ബാംഗ്ലൂർ ഹുബ്ലി അടുത്ത് ചെയ്യുന്ന സമയത്ത് ഞാൻ നിർബന്ധിച്ചിട്ട് MSc ചെയ്യിപ്പിച്ചു. I said I will give you notes, I will send you notes, I will teach you, you do. കാരണം എനിക്കൊരു ആഗ്രഹമായിരുന്നു, എന്നെക്കാളും
അറിവുള്ള ഒരാൾ MSc എങ്കിലും പാസ്സാവട്ടെ. ഞാൻ ചെയ്ത കാര്യമാണ് പറഞ്ഞത്. ശരിക്കും സങ്കടം തോന്നും ചിലപ്പോഴൊക്കെ. സുബ്രഹ്മണ്യം എന്ന് പറയുന്ന ഒരുത്തൻ അവൻ BSc പകുതിയാവുമ്പോഴാണ് പോണത്. അന്നൊക്കെ ഡിജിറ്റൽ നോട്ട്സ് ആർ നോട്ട് ദർ. എൻ്റെ സുഹൃത്തുക്കളൊക്കെ എന്നെ സ്നേഹിക്കുന്നതോ ഓർക്കുന്നതോ ചിലപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ള ചെറിയ കാര്യങ്ങളും ഉണ്ടായിരിക്കും. എൻ്റെ എല്ലാ നോട്ടുകളും ഞാൻ പേപ്പറിൽ എഴുതിയത് കാർബൺ പേപ്പർ വെച്ചിട്ടാണ്. എന്നിട്ട് ആ കാർബൺ കോപ്പി എവറി ഡേ ഓർ എവറി വീക്ക് ഐ പോസ്റ്റ് ടു മൈ ഫ്രണ്ട് ഹു ഈസ് വർക്കിംഗ് ഇൻ എ ബാങ്ക്. മനസ്സിലായി? ലാസ്റ്റ് ടീം ടു റൈറ്റ് എക്സാം. അപ്പൊ അങ്ങനെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ നമ്മളൊക്കെ അന്ന് മാത്തമാറ്റിക്സ് പഠിക്കുമ്പോൾ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി പഠിച്ചിട്ടാണ് മാത്സ് BSc പോയത്. BSc ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ ഐ വാസ് നോട്ട് എ ഗുഡ് സ്റ്റുഡൻറ്, സോ ഐ സ്റ്റാർട്ടഡ് സ്റ്റഡിയിങ് തറോലി ബൈ മൈസെൽഫ്. ആ സമയത്ത് എൻ്റെ ജൂനിയർ ആയിട്ട് ചേർന്ന കുട്ടികൾ ബയോളജി, കെമിസ്ട്രി, ഫിസിക്സ് പഠിച്ചാലും ദേ ക്യാൻ ജോയിൻ ഫോർ കെമിസ്ട്രി BSc. അങ്ങനെ ചേരുമ്പോഴാണ് മാത്സ് അറിയില്ല എന്ന് പറയുന്നത്. അങ്ങനെ കോളേജിൽ ഞാൻ എൻ്റെ കെമിസ്ട്രി സ്റ്റുഡൻസിന് മാത്സ് പഠിപ്പിച്ചു, കോളേജിൽ തന്നെ, വിത്ത് ദ പെർമിഷൻ ഓഫ് പ്രിൻസിപ്പൽ. അവരുടെ ഡേ ടൈമിൽ കിട്ടുന്ന അതിൽ ഫിസിക്സിൽ വലിയ യൂണിവേഴ്സിറ്റികളിലൊക്കെ പ്രൊഫസറായിരിക്കുന്ന പിള്ളേരുണ്ട്. എൻ്റെ സ്റ്റുഡൻസ് ആണെന്ന് എനിക്ക് ധൈര്യത്തിൽ പറയാം. മനസ്സിലായോ? അപ്പൊ അന്ന് അതൊരു പാഷനാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഐ ഹാവ് ഡൺ ദറ്റ് ലേണിംഗ്. അപ്പം പഠിക്കുന്നതും സർട്ടിഫിക്കറ്റ് മേടിക്കുന്നതും ഇറ്റ്സ് നോട്ട് ഫോർ എ ജോബ്, ഇറ്റ്സ് ഫോർ യു ടു പ്രൂവ് ദാറ്റ് യെസ് ഐ ആം ഡൂയിങ് ഇറ്റ് വെരി സീരിയസ്ലി. നമ്മൾ സീരിയസ് ആയിട്ട് ചെയ്യുന്നൊരു കാര്യം ഞാൻ സീരിയസ് ആയിട്ട് ലോ വായിച്ചത് കൊണ്ട് ഞാൻ ടുക്ക് എ ഡിഗ്രി ഉണ്ടോ, നോട്ട് ബിക്കോസ് നാളെ ലോ ഉപയോഗിച്ച് എനിക്കൊരു ജോലി കിട്ടും നോക്കാനൊന്നുമില്ല. എറണാകുളത്ത് വന്നിട്ട് ദ ഹോൾ പ്രൊസീജിയർ ഫോർ എൻറോളിങ് ആസ് എ ലോയർ വാസ് ദർ. ഫോം ഫില്ലപ്പ് ചെയ്തതാണ്. എന്നിട്ട് എന്തോ ചെറിയ ഫീസ് ഇറക്കണമെന്ന് ഞാൻ ഐ എം നോട്ട് ഇൻട്രസ്റ്റഡ് ഗോ. ദാറ്റ്സ് നോട്ട് മൈ, എൻ്റെ ഇന്റൻഷനേ അതല്ല. സി വൈ ഷുഡ് ഐ ഡു ഇറ്റ്? എൻ്റെ ഫ്രണ്ട്സ് നിർബന്ധപൂർവ്വം പറഞ്ഞിരുന്നു, വൈ കോണ്ട് യു എൻറോൾ, അറ്റ്ലീസ്റ്റ് എൻറോൾ ഇറ്റ്, നോ ഇറ്റ് ഡസന്റ് മാറ്റർ. ഐ സെഡ് നോട്ട് ഇൻട്രസ്റ്റഡ്, ഐ ഡോണ്ട് റിക്വയർ. അപ്പൊ നമ്മുടെ പഠനം എന്നുള്ളത്, ദാറ്റ്സ് വാട്ട് ഐ എം സെയിങ്, യു ക്യാൻ സ്റ്റിൽ ഡു ലോട്ട് ഓഫ് കോഴ്സസ്, കീപ് ഡൂയിങ്, ലേണിംഗ്. ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പാത്തിൽ പോകുന്ന സമയത്ത് ഇറ്റ് ഡസന്റ് ഹെൽപ്പ്. ഓക്കെ. പിന്നെ പഠിച്ചത് തന്നെ ജോലി ചെയ്യണമെന്നൊരു നിർബന്ധമില്ല. കാരണം ഞാൻ MSc നിർബന്ധപൂർവ്വം ബാലകൃഷ്ണനെ എഴുതിപ്പിച്ചിട്ട്, അതുകൊണ്ട് ബാങ്കിൽ MSc മാത്തമാറ്റിക്സ് ആയതുകൊണ്ട് BSc കഴിഞ്ഞിട്ട് ഒരാൾ MSc എടുത്തപ്പോൾ പ്രൊമോഷൻ കിട്ടുമെന്ന് ചോദിച്ചിട്ടൊന്നുമല്ല. ദാറ്റ് ഡസന്റ് ഹെൽപ്പ്. കറക്റ്റ്. ഇപ്പം ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ BTech കഴിഞ്ഞിട്ടുള്ള ഇപ്പൊ പറഞ്ഞ ജോലികളിൽ ഒരു ജോലി എയർപോർട്ടിലെ കൺട്രോളിങ്, എയർ ട്രാഫിക് കൺട്രോൾ, റൈറ്റ്? അതിന് നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടും, യു ബിക്കം ദാറ്റ്. എഞ്ചിനീയറിംഗ് കഴിഞ്ഞിട്ട് എഴുതിയ ഒരാൾ ഇപ്പൊ കൊച്ചിൻ്റെ എയർ ട്രാഫിക് കൺട്രോളിന്റെ ചീഫ് സ്പോക്ക് ടു മീ യെസ്റ്റർഡേ ഫോർ എ ഡിഫറെന്റ് പർപ്പസ്. അപ്പൊ ഞാൻ ചോദിച്ചു, നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ? എഞ്ചിനീയറിംഗ്. മനസ്സിലായോ? അപ്പൊ ആ എഞ്ചിനീയറിംഗ് ഒന്നല്ല അവിടെ പഠിക്കണത്, അവിടെ ചെയ്യുന്ന പണിയുമായിട്ട് ബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ ആർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കുറേ ജോലികൾ. Don't think that no BSc physics, MSc physics, therefore only this category. I don't think as per job you should do anything. അപ്പൊ നിങ്ങൾ MSc ഫിസിക്സ് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ MSc മാത്തമാറ്റിക്സ് കഴിഞ്ഞിട്ട് ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിൽ സയന്റിസ്റ്റ് ആയിട്ട് വന്നാൽ, ഇവിടെ ഞങ്ങളുടെ തൊട്ടടുത്ത ഓർഗനൈസേഷൻ NRSC, നാഷണൽ റിമോട്ട് സെൻസിങ് സെന്റർ ആണ്. അവരുടെ പണി സാറ്റലൈറ്റ് ഡാറ്റ കളക്ട് ചെയ്തിട്ട് ബാക്കിയുള്ള സെന്ററിലേക്ക് വിൽപ്പനയാണ്. ഐ പർച്ചേസ്ഡ്. ഞാൻ ഡിപ്പാർട്ട്മെന്റ് ഓഫ് സ്പേസിന്റെ തന്നെ വേറെ ഭാഗമാണെങ്കിൽ ഐ ഹാവ് ടു പർച്ചേസ് ഇറ്റ്. ആ പർച്ചേസ് ചെയ്യുന്ന സെന്ററിന്റെ പേര് ഡാറ്റാ സെന്റർ എന്നാണ്. ആ ഡാറ്റാ സെന്ററിൽ ഒരു 30 സയന്റിസ്റ്റ് ഉണ്ടെങ്കിൽ അവരൊക്കെ BTechോ MTechോ PhDയോ ഒക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ പണി ബില്ല് എഴുതലും ഡാറ്റ വെക്കലുമാണ്. ടു ബി വെരി സ്പെസിഫിക്. പക്ഷെ അതിനെ പോപ്പുലറൈസ് ചെയ്യാനുള്ള കുറച്ച് തിയറി ഒക്കെ പഠിച്ച് ഇതിങ്ങനെയൊക്കെ ഉപയോഗിക്കാന്നൊക്കെ 4 ക്ലാസ് ഒക്കെ എടുത്ത് യു ഫീൽ ദാറ്റ് ഐ ആം ഡൂയിങ് സം ടെക്നിക്കൽ ജോബ്, ബട്ട് ഇൻ ഫാക്ട് ദ ജോബ് ഫോർ വിച്ച് യു ആർ പെയ്ഡ് ഈസ് ഓൺലി ദാറ്റ്. ഇനി ഞാൻ ഫിസിക്സ് ആണെന്ന് വിചാരിക്കും, അത് കഴിഞ്ഞൊരു സാറ്റലൈറ്റ് ഇമേജ് ഉപയോഗിച്ച് അവിടെ അഗ്രികൾച്ചർ ഉണ്ടോ. ഇപ്പം കുറെ പ്രളയം നടക്കുന്നു. ആ പ്രളയം നടക്കുന്ന സമയത്ത് പിക്ചർ എടുത്തിട്ട് എത്ര ബിൽഡിംഗ് ബാക്കിയുണ്ട്, എവിടെയൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്, എത്ര ഫ്ലഡ് ഉണ്ട്,
ഇതെനിക്ക് പറയാൻ പറ്റും. ഞാൻ പഠിച്ചത് ജിയോഗ്രഫി ആവണമെന്നൊന്നുമില്ല. അതെൻ്റെ ജോലിയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തിട്ടുള്ള പണിയാണ്. ബംഗ്ലാദേശിൽ ഫ്ലഡ് വരുമ്പോഴും കേരളത്തിൽ ഫ്ലഡ് വരുന്ന റിവർ എവിടെ ഒഴുകും നാളെ, ഇത് കുറേ ജിയോഗ്രഫിയും കുറേ മാത്തമാറ്റിക്സും മോഡലിങ്ങും ഒക്കെ വെച്ച് ജിയോഗ്രഫിക് ഇൻഫർമേഷൻ സിസ്റ്റം. ഇന്ന് നിങ്ങൾ ഗൂഗിൾ മാപ്പിൽ കാണുന്ന എല്ലാ സംഭവം ചെയ്യാൻ പറ്റും. അത് ഫിസിക്സുകാരനും ചെയ്യും, മാത്സുകാരനും ചെയ്യും, അഗ്രികൾച്ചർകാരനും ചെയ്യും, ബിടെക്കുകാരൻ പഠിച്ചവനും ചെയ്യും. എല്ലാവരും ഒരേ പണിയാണ് ചെയ്യാം. BA ജിയോഗ്രഫി പഠിച്ചാലും ആ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടാവും. ഓൾ ഓഫ് us ഡു ടുഗദർ. അപ്പം ചിലപ്പോൾ ഇങ്ങനൊരു പ്രോബ്ലം വരുമ്പോൾ BA ജിയോഗ്രഫിക്കാരനാണ് എന്നെക്കാളും വിവരം ഉണ്ടാവും. അയാളായിരിക്കും എൻ്റെ ഹെഡ്. ഞാൻ അതിൻ്റെ കീഴിൽ PhD ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഐ കനോട്ട് ബിക്കം ഹെഡ്. അപ്പം നമ്മൾ പഠിക്കുന്നതും ജോലിയും തമ്മിൽ കുറേ റിലേഷൻ ഉണ്ടെന്നും ധരിക്കരുത്. ഇപ്പം നമ്മളിപ്പോൾ ആർമിയിൽ വിത്ത് ഒരു BEd എഡ്യൂക്കേഷൻ ഇൻട്രസ്റ്റോട് കൂടി പോയിട്ട് നമ്മൾ യു വിൽ ബി പോസ്റ്റഡ് ആസ് എ പ്രിൻസിപ്പൾ ഓഫ് എ രാഷ്ട്രീയ കോളേജ് അല്ലെങ്കിൽ രാഷ്ട്രീയ സ്കൂള് ഒരു 3 കൊല്ലം. ആ 3 കൊല്ലം കഴിഞ്ഞ് അവനെ നേരെ അയക്കുന്നത് വേറെ ഏതെങ്കിലും ബോർഡർ പോസ്റ്റിങ്ങിലായിരിക്കും. യു കനോട്ട് ഗെറ്റ് എ സോഫ്റ്റ് പോസ്റ്റിംഗ് എന്ന് ഇതിനൊക്കെ പറയാം. ഓഫീസിൽ ഇരുന്നിട്ടുമുള്ള പണികൾ അത് പെർമനന്റ് ആയിട്ട് ആർക്കും കൊടുക്കില്ല. അപ്പൊ ആർമിയിൽ ജോലിക്ക് പോയി, എഡ്യൂക്കേഷൻ കോറിലാണ്, ഫൈൻ, വണ്ടർഫുൾ. ചില സിവിലിയൻസിന് ദേ ടേക്ക് ഇറ്റ് ആസ് ഫുൾ ടൈം എഡ്യൂക്കേഷൻ. അല്ലാത്തവർക്ക് എന്ത് പോസ്റ്റിംഗ് കിട്ടാം. ഓക്കെ, ഞാൻ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ട് അതേ ചെയ്യുള്ളൂ, അങ്ങനെ പറ്റില്ല. സോ അപ്ലൈ ഫോർ ഓൾ ജോബ്സ്. ഇപ്പം ഞാനൊക്കെ MSc കഴിഞ്ഞ സമയത്തും PhD കഴിഞ്ഞ സമയത്തും ഈവൻ ചെറിയ പ്രായത്തിൽ +2 കഴിഞ്ഞ സമയത്തും സാധാരണ ക്ലാസിഫൈഡിൽ കിട്ടുന്ന ചെറിയ 1 സെന്റിമീറ്റർ ജോബിന് പോലും ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ദാരിദ്ര്യമുള്ള സ്ഥലത്തായിരുന്നു, എനിക്ക് സ്വന്തം കാലിൽ നിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഐ വാണ്ടഡ് ടു ഗെറ്റ് സം ജോബ് ആൻഡ് ഐ ഹാവ് എക്സ്പീരിയൻസ്ഡ്. അങ്ങനെ കുറേ അപ്ലൈ ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ്. ഒരു 100 സ്ഥലത്ത് അപ്ലൈ ചെയ്താലാണ്, ഈവൻ ഇഫ് യു ഗെറ്റ് എ PhD ഫ്രം എ ഗ്രേറ്റ് യൂണിവേഴ്സിറ്റി, ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികൾ അമേരിക്ക ആയാലും ലണ്ടനിലായാലും അപ്ലൈ ചെയ്താലും 100 സ്ഥലത്ത് അപ്ലൈ ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ ഒരു സ്ഥലത്ത് വിളിക്കുക. ഇറ്റ് ഹസ് ബിക്കം സോ ഡിഫിക്കൽട്ട്. അതിന് കാരണം എന്ന് വെച്ചാൽ ലാക്സ് ഓഫ് പീപ്പിൾ അപ്ലൈ. അതിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് റെക്കമെൻഡേഷൻ വെച്ചിട്ടാണ്. ഇപ്പം ഇന്നലെ ഐസറിലുള്ള ഒരു കുട്ടി ഇറ്റലിയിലും ജർമ്മനിയിലും ഒക്കെ പോകണമെന്ന് ആഗ്രഹമുണ്ട്, പ്രോജക്റ്റിന് അപ്ലൈ ചെയ്തു. ആൻഡ് സം പ്ലേസസ് ഷീ ഗോട്ട് ഇറ്റ് ഓൾസോ. അത് കഴിഞ്ഞപ്പോഴാണ് ഈ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് പോയിട്ട് തിരിച്ച് രണ്ടാമത് ഇവിടെ വന്ന് കംപ്ലീറ്റ് ചെയ്യണം പ്രോഗ്രാം. അപ്പോൾ ഇന്റേണലായിട്ട് ഐ ജസ്റ്റ് സജസ്റ്റഡ്, ഇന്റേണലി ഒരു സജഷൻ എടുത്തോളൂ. കാരണം ബിക്കോസ് യു ഹാവ് ടു കം ബാക്ക്. ഈ പ്രൊഫസർക്ക് ചിലപ്പോൾ അവിടെ അപ്ലൈ ചെയ്ത് കിട്ടിയിട്ടുണ്ടാവില്ല. മനസ്സിലായോ? ഈ പുരത്തിൽ കുഞ്ഞബ്ദുള്ളേൻ്റെ ഒരു കഥയുണ്ട്. ഒരു ഡോക്ടർ എടുത്ത റെഫറൻസിന് വരികയാണ്, ഏതോ ഒരു രോഗി വരുന്നു. അപ്പൊ നോക്കിയ സമയത്ത് ഈ പ്രൊഫസറാണ് റെക്കമെൻഡ് ചെയ്തത് അല്ലേ, ഇയാൾ പണ്ട് എന്നെ തോപ്പിച്ച മാഷാണ്, ഞാൻ കാണിച്ചു തരാമെന്ന് പകരം വീട്ടുന്നത് രോഗിയുടെ അടുത്താണ്. മനസ്സിലായോ? Then I suggested, you got it. I did not discourage. I wanted you to apply everywhere. Prove that you got it. ഒരു പ്രാവശ്യം കിട്ടിയാൽ അടുത്ത കൊല്ലം അപ്ലൈ ചെയ്ത് എന്തായാലും കിട്ടും. So you apply next year. Now I don't recommend you to go, but still you get an opinion from some other faculty members, not in your department. Don't tell them that. You get from somebody else also, and then take an average, see whether it is correct to go or not. പോണ്ടാന്ന് തീരുമാനിച്ചു. ഇന്നലെ രാത്രി വിളിച്ചിട്ട് പറഞ്ഞു, മാഷ് പറഞ്ഞതാ ശരി, പോണ്ട. ഞാൻ പറഞ്ഞു, ബട്ട് ദാറ്റ് ഡസന്റ് സ്റ്റോപ്പ് യു ലേണിംഗ്. ഇന്ന് അവിടെ പോയില്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാം. ഡു ഓൾ ദറ്റ് ബെസ്റ്റ് യു ക്യാൻ ഡു, റൈറ്റ്? അതുകൊണ്ട് ജോലി കിട്ടുമെന്നല്ല. യു മേ ഗെറ്റ് എ ജോബ് ഫോർ വിച്ച് യു ആർ പെയ്ഡ് ലെസ്, ബട്ട് ഓൾവേസ് സി, ഞാൻ ഓരോ കാലത്തും പഠിച്ചത് ഡിഡ് ഇറ്റ് ഹെൽപ്പ് മീ ഓർ നോട്ട്? യെസ്, ഇറ്റ് ഹെൽപ്ഡ് മീ എ ലോട്ട്. എന്നെ പല സ്ഥലത്തും വിളിക്കുന്നതോ അല്ലെങ്കിൽ ഐ ആം ഏബിൾ ടു സ്പീക്ക് അബൌട്ട് മെനി സബ്ജക്ട്സ് ലൈക്ക് ദിസ്, അത് ഞാൻ പഠിച്ചതുകൊണ്ടാണ്. അല്ലെങ്കിൽ ഇഫ് ഐ വിൽ നോട്ട് ഗിവ് മീ എ പോസ്റ്റിംഗ്, റൈറ്റ്, അത് കിട്ടുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ പഠിച്ചോന്നോ അല്ലെങ്കിൽ ചെയ്തോന്നോ. ഐ എൻജോയ്. ഞാനിപ്പം കഴിഞ്ഞ മാസം ഞാൻ ഐ വാസ് ഇൻ ശ്രീലങ്ക. അപ്പോൾ I was able to talk to the Vice Chancellor straight, go there and talk to him. I can have a G-meet with the Karnataka. കേരളത്തിൽ അങ്ങനെ പറ്റുമെന്ന് ഞാൻ പറയുന്നില്ല, കാരണം അതിൽ മിക്കവാറും പൊളിറ്റിക്സ് ഉള്ള ആൾക്കാരാണ്.
എനിക്കറിയുന്നവരും എൻ്റെ കൂടെ ചേർന്ന് എൻ്റെ ജൂനിയറായിട്ട് ചേർന്നിട്ടുള്ളതാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ. അവരുടെ മകൾ എൻ്റെ അടുത്ത് വന്ന് താമസിച്ചിട്ട് ഞാൻ മെൻറ്റർ ചെയ്തിട്ടുണ്ട്. സോ ഐ ഹാവ് റിലേഷൻഷിപ്പ് വിത്ത് ഓൾ ദ ടോപ്പ് പീപ്പിൾ ഇൻ കേരള. ദാറ്റ്സ് നോട്ട് എ പ്രോബ്ലം. പക്ഷെ ഞാൻ പറയുന്നത് ഒരു അക്കാഡമിക് ഇൻട്രസ്റ്റോട് കൂടി നമുക്ക് സംസാരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചെയ്യാനോ ഐ ഡോണ്ട് യൂസ്. ബട്ട് സംബഡി വാണ്ടഡ് എ പ്രോഗ്രാം വിത്ത് ബാംഗ്ലൂർ യൂണിവേഴ്സിറ്റിയിൽ വേണമെന്ന് വിചാരിച്ചപ്പോൾ ഐ ജസ്റ്റ് contacted him. He contacted me back. He called me for a G meet. We had a discussion like this. ഇപ്പം എനിക്ക് ചിന്മയിൽ വരാൻ പറ്റാത്തതുകൊണ്ടല്ല, ബട്ട് ഐ കം ഓൺലി വെൻ ദർ ഇസ് എ റിക്വയർമെന്റ്, സംബഡി കോൾസ് മീ. അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ചിന്മയെ പരിചയപ്പെടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും. ചിന്മയ സ്വാമിയുടെ കസിൻ ബ്രദർ ഈസ് മൈ ക്ലോസ് ഫ്രണ്ട്. അത് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ അവിടെ സ്വാമിമാരൊക്കെ. അണ്ടർസ്റ്റുഡ് എന്നുവെച്ചാൽ എത്രയോ വർഷങ്ങൾ മുമ്പ്, 20 വർഷം മുമ്പ് പാലക്കാട് ചിന്മയ ഇതിലെ പിന്നെ ഭഗവത്ഗീത സപ്താഹം ഇനോഗറേറ്റ് ചെയ്യാനൊക്കെ ഗസ്റ്റായിട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം മിക്കവാറും സ്വാമികളൊക്കെ നമുക്ക് അറിയുന്നുണ്ടാവും. അപ്പം അറിയാത്തവരായിട്ട് വളരെ ചുരുക്കി ഉണ്ടാവും. അതിപ്പം അമൃതാനന്ദമയി മഠത്തിലായാലും, ഞാനിപ്പോൾ അടുത്ത കാലത്ത് വിശ്വവിദ്യാലയം ഉണ്ടല്ലോ, അമൃത വിശ്വവിദ്യാലയം, അവിടെ ക്ലാസ് എടുക്കാൻ പോയ സമയത്ത് ആരോ പറഞ്ഞിട്ടും ആരോ റെക്കമെൻഡ് ചെയ്തിട്ടും ഞാൻ കൊച്ചിയിലുണ്ടെന്ന് പറഞ്ഞ് അവരെ അറേഞ്ച് ചെയ്തിട്ടൊക്കെയാണ് ഞാൻ പോയത്. ഞാനവിടെ എത്തി റിസീവ് ചെയ്യുമ്പോഴാണ് ഡയറക്ടർ പറഞ്ഞ് യു. അപ്പോൾ അദ്ദേഹം എന്നെ 21 കൊല്ലം മുമ്പ് വീട്ടിൽ വന്ന് എന്നെ കണ്ടിട്ടുണ്ട്, അപ്പോയിൻമെന്റ് എടുത്തിട്ട് 21 years ബാക്ക്, 2002. അണ്ടർസ്റ്റുഡ്. അവരും അവരുടെ സ്വാമിയും എല്ലാവരും കൂടി ഇരിങ്ങാലക്കുടയൊക്കെ ഡ്രൈവ് ചെയ്ത് വന്നിട്ട് എന്നെ കണ്ടിട്ടുണ്ട്. ഇരിങ്ങാലക്കുടയാണ് എൻ്റെ വൈഫിൻ്റെ വീട്. മനസ്സിലായി? അപ്പം നമ്മൾ ഐ ഡോണ്ട് കീപ് ദറ്റ് കോൺടാക്ട്, ഐ ഡോണ്ട് കീപ് ഇൻ റിലേഷൻ. ഐ ലവ് ടു വർക്ക് വിത്ത് പീപ്പിൾ ഹു വാണ്ട്സ് മീ. ഐ ഡോണ്ട് വാണ്ട് എനിത്തിങ്, സോ വൈ ഷുഡ് ഐ ഗോ സംവെയർ എൽസ് ചോദിക്കുക. സാധാരണ എന്നെ കൊണ്ടും ആർക്കും ഉപകാരം ഇരിക്കട്ടെ എന്നാണ് വിചാരിക്കുക. പക്ഷെ ആരെങ്കിലും ഇപ്പം ആദർശ ഒരു ഇൻട്രസ്റ്റ് എടുത്തിട്ട് ഒരു ലോങ് റിപ്ലൈ എഴുതുമ്പോൾ, അല്ലേ, അങ്ങനെ എഴുതുമ്പോൾ ഇറ്റ് ഈസ് മൈ റെസ്പോൺസിബിലിറ്റി ടു റെസ്പോണ്ട് ടു ദാറ്റ്. അതാണ് ഞാൻ ചെയ്യുക. അത് ഏത് സമയത്തായാലും, രാത്രി 2 മണി വരെയും 1 മണിക്കൊക്കെ 2 മണിക്കൊക്കെ കൊല്ലത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ട് ഉറങ്ങിയില്ലേ, ഉറങ്ങിയെന്ന് തോന്നിയിട്ടാണോ വിളിച്ചതല്ല ഉണർന്നിരിക്കുന്നു വെച്ചിട്ടാണ്, അല്ല ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞ 2 മണി വരെ ഇരിക്കാറുണ്ട്, അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് തോന്നുന്നു. അല്ല ഏതോ അമ്മയാ, നാളെ വരെ കാത്തിരിക്കാൻ സമയമില്ല, ഉറക്കില്ല, മക്കൾക്ക് എവിടെ ജോലി എവിടെ കിട്ടും എവിടെ ചേരണം എന്നറിയാത്തതിന്റെ ടെൻഷനില്ല. സോ നാച്ചുറലി യെസ്. അപ്പൊ അതുകൊണ്ട് പഠിക്കുക നല്ല പോലെ. ഞാൻ ചെയ്യുന്ന വെച്ചാൽ ഡോണ്ട് കീപ് ബൗണ്ടറീസ്. എന്തൊക്കെ കോഴ്സുകൾ ചെയ്യാൻ പറ്റുമോ അതൊക്കെ കോഴ്സുകൾ ചെയ്യാം. റിലേറ്റഡ് ടു ഫിസിക്സ് ലിസ്റ്റ് ഔട്ട് വാട്ട് ആർ ഓൾ തിങ്സ് യു വാണ്ട്. ഇപ്പം ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഡു, ബട്ട് ദർ ആർ മെനി യൂണിവേഴ്സിറ്റീസ് ഹു ഗിവ് യു ഫ്രീ. അങ്ങനെ ചെയ്യുന്നതിന്റെ ഗുണം എന്താ വെച്ചാൽ യു ഗെറ്റ് എ ലിസ്റ്റ് ഓഫ് പീപ്പിൾ. ഈ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിൽ ഇന്ന ആൾക്കാരുടെയൊക്കെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്. And then tomorrow you want to apply somewhere, these people will become your reference. ഇപ്പം ഞാൻ പഠിപ്പിച്ച ഒരു ആദർശ് നാളെ എൻ്റെ അടുത്ത് റെക്കമെൻഡേഷൻ ലെറ്റർ ചോദിക്കുമ്പോൾ ഐ വിൽ ഹാപ്പിലി ഗിവ്. ഇപ്പം പല കുട്ടികളും ഉണ്ട് എൻ്റെ. ഇപ്പം ഈ എവിടെയാണ് ചേരേണ്ട ഇലക്ട്രോണിക്സ് ഒക്കെ പറഞ്ഞ് ചോദിക്കുമ്പോൾ അതങ്ങോട്ട് തരും. എൻ്റെ നാട്ടിൽ തന്നെയുള്ള എനിക്കറിയുന്ന കുട്ടികളുണ്ട്. ആദ്യം ഇൻട്രസ്റ്റ് ഒക്കെ കണ്ടു, ഇപ്പം ചേർന്നിട്ട് ഇപ്പം 3 കൊല്ലമായി ഒരു കോണ്ടാക്ട് ഇല്ല. അവസാനം 4th ഇയർ പ്രോജക്റ്റ് ആകുമ്പോൾ വന്നിട്ട് പറയും, will you give me a project in Department of Space? Where were you last 4 years? No contacts, right? You don't have any questions. Understood? അപ്പം ആ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി എടുക്കണമെങ്കിൽ you will have to continuously do some programs, read their papers, write to them. അങ്ങനെ ഒരു കോണ്ടാക്ട് ഉണ്ടാക്കി എടുക്കുമ്പോൾ they will see, from India there is one Adarsh. ഒരു പ്രോജക്റ്റ് വരുമ്പോൾ ഇമ്മീഡിയറ്റ്ലി they will say come. അവരങ്ങനെയാണ്. ഇൻഡിവിജ്വൽ റെക്കമെൻഡേഷൻസും ഇൻഡിവിജ്വൽ കോൺടാക്ട്സും ആണ്. ദർ ഈസ് നോ അഡ്വർടൈസ്മെന്റ്, ദർ ഈസ് നോ. നിങ്ങൾ വളരെ വിരളമായിട്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളൊക്കെ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ ദേ ആർ വർക്കിംഗ് ഓൺ കോൺട്രാക്ട് ഫോർ ലോ യൂണിവേഴ്സിറ്റീസ്. ഹയസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ദേ ഡോണ്ട് കെയർ ഓൾ ദിസ്. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിനെ ഐ ക്യാൻ ജസ്റ്റ് പിക്ക് ഇറ്റ് അപ്പ് ആൻഡ് സേ കം ആൻഡ് ജോയിൻ. നാട്ടിൽ അങ്ങനെ പറ്റില്ലല്ലോ, കാരണം ഇത് ഗവൺമെന്റ് ഫണ്ടല്ല, ഇത് അവരുണ്ടാക്കിയിട്ടുള്ള പ്രോജക്റ്റിൽ അവർക്ക് കിട്ടിയ ഫണ്ടിന്റെ they have to pay a portion to the university. So university will listen to the professor, not the professor has to listen to the university. കാരണം എനിക്ക് ഈ ജോലി ഒന്നും പെർമനന്റ് അല്ലല്ലോ അവിടെ. അപ്പോൾ എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ നാളെ ഇതെല്ലാം ഈ പ്രോജക്റ്റ് അടക്കം വാരിക്കൂട്ടി വേറൊരു യൂണിവേഴ്സിറ്റിയിൽ പോകുമ്പോൾ ഇഷ്ടം പോലെ ആളുണ്ട് അവർക്ക്. അങ്ങനെ കുറേ കോണ്ടാക്ട് ഉണ്ടാവും. So you have to get a good network. You have to get good contact. Start studying as many subjects as you can.
look at different university, same subject, different university, because anyway you know. എന്തുകൊണ്ട് അവിടെയും ചേർന്ന് ആരും ചോദിക്കാൻ പോകില്ല. വിച്ച് എവർ ഈസ് ഫ്രീ കീപ് അപ്ലൈ. എല്ലാ ജോബ് അപ്ലിക്കേഷനും ഞാനൊക്കെ PhD MSc ഒക്കെ ചെയ്യുമ്പോൾ എല്ലാ ജോബിനും അപ്ലൈ ചെയ്യും. കാരണം വെച്ചാൽ അവർ സാധാരണ ഒരു സെക്കൻഡ് ക്ലാസ് ട്രെയിൻ ഫെയർ ഒക്കെ അന്ന് തരുമായിരുന്നു. അപ്പം ഞാൻ ആദ്യമായിട്ട് കാശി പോയത് എൻ്റെ കാശ് കൊണ്ടല്ല, ഡൽഹി പോയത് എൻ്റെ കാശ് കൊണ്ടല്ല, ബോംബെ പോയത് എൻ്റെ കാശ് കൊണ്ടല്ല. ഇപ്പം ഈ പറഞ്ഞിട്ടുള്ള ജിയോ ഫിസിക്കൽ റിസർച്ച് സെൻറ്റർ ബോംബെയിൽ, മെറ്റിയോളജിക്കൽ ആ ഒരു വലിയൊരു ഗ്ലോബൊക്കെ വെച്ചിട്ടുള്ളൊരു സെൻറ്ററാണ്, കൊളാബയിലാണ്, എനിക്കറിയാം, സെൻറ്ററൊക്കെ അറിയാം. ഞാനവിടെ പോയിട്ടുണ്ട്. അങ്ങനെ പോയത് കൊണ്ട് എനിക്ക് കുറേ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയാം. ജോലി കിട്ടില്ല എന്ന് ഉറപ്പാണ്, കാരണം എൻ്റെ സബ്ജക്റ്റേ അല്ലാതെ. പിന്നെ നമ്മളൊരു ഡിപ്പാർട്ട്മെൻറ്റ് പോകുന്ന സമയത്ത് സ്റ്റഡി അബൌട്ട് ദ പ്രോജക്ട്, സ്റ്റഡി അബൌട്ട് ദ ഡിപ്പാർട്ട്മെൻറ്റ്, സോ ദാറ്റ് അവർ നോളജ് ഓൾസോ ഇൻക്രീസസ്. അങ്ങനെ പോകുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നൊരു അറിവുണ്ടല്ലോ, ആ അറിവ് വെച്ചിട്ട് ആ ചോദ്യങ്ങളൊന്നും ആവണമെന്നില്ല. ഈ പ്രോജക്റ്റിനാണ് ഞാൻ പോകുന്നുണ്ടെന്ന് അറിയുമെങ്കിൽ യു ഗെറ്റ് എ ബെറ്റർ ജോബ്. ഇപ്പം ഞാൻ യൂണിവേഴ്സിറ്റിയിലൊക്കെ ഡയറക്ടറായിട്ട് ഇൻ്റർവ്യൂവിന് വന്ന സമയത്ത് 4-5 യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർമാരാണ് ഇൻ്റർവ്യൂ ചെയ്യുക. ഒരു ഡയറക്ടറായിട്ട് പോസ്റ്റ് ചെയ്യണമെങ്കിൽ 3 യൂണിവേഴ്സിറ്റി 4 യൂണിവേഴ്സിറ്റിക്കാണ് റൂള്. അപ്പോൾ അന്ന് മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അങ്ങനെ കുറേ പേരുണ്ടായിരുന്നു. പിന്നെ UGC മെമ്പർ ഒക്കെ ഉണ്ടാവും. അവരെയൊക്കെ നമ്മുടെ മുമ്പിൽ ഒരു 20 മിനിറ്റ് കാണാൻ പറ്റുന്നതിന് വലിയ ഭാഗ്യമാണെന്നാണ് ഞാൻ കരുതിയത്. അത്രയൊക്കെ കരുതിയിട്ടുള്ളൂ ഞാൻ പോകും. അണ്ടർസ്റ്റുഡ്. അപ്പോൾ അത് നമുക്ക് നേരിട്ട് അപ്പോയിൻമെന്റ് എടുത്ത് പോകണമെങ്കിൽ ഞാൻ 4 സിറ്റിയിൽ പോകണം, അവരുടെ പിന്നാലെ കാത്തിക്കണം. ഇത് ജോബിന് അപ്ലൈ ചെയ്ത 4 പേരും നമ്മുടെ മുമ്പ് കിട്ടുകയല്ലേ. അത്ര കാഷ്വലായിട്ടാണ് ഞാൻ അറ്റൻഡ് ചെയ്യാം ഇന്റർവ്യൂസ് ഒക്കെ, ബിക്കോസ് ഐ എൻജോയ് ഗെറ്റിംഗ് ഇന്റർവ്യൂ. അപ്പോൾ അവർ ഓരോ ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ ഉടനെ പേപ്പർ എടുത്തിട്ട് പറയും, ഓ ദിസ് ക്വസ്റ്റ്യൻ, എന്നിട്ടൊരു ബഞ്ച് ഓഫ് പേപ്പർ കൊടുക്കും, ഇതാണ് എൻ്റെ ആൻസർ. അപ്പോൾ അവരിങ്ങനെ നോക്കും, ഹൗ ഡു യു നോ? ഐ നോ വാട്ട് യു ആർ ഗോയിങ് ടു ആസ്ക്, സോ ഐ പ്രിപ്പയർഡ്. അടുത്ത ക്വസ്റ്റ്യൻ വരുമ്പോഴും ഞാൻ പറയും, ദിസ് ഇസ് ദ ക്വസ്റ്റ്യൻ, ആൻസർ ഓൾറെഡി റിട്ടൺ, വൈ ഷുഡ് ഐ ഹാവ് ടു റീഡ് ഇറ്റ് ഫോർ യു ഓർ ബ്രീഫ് ഇറ്റ് ഓൺ ദാറ്റ് ഓർ ദ പേപ്പർ ഈസ് ഇനഫ്. അപ്പോൾ അവർ ചോദിക്കാവുന്ന എല്ലാ ക്വസ്റ്റ്യൻസും എനിക്ക് ഗസ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഐ ആം എ സക്സസ്ഫുൾ കാൻഡിഡേറ്റ്, റൈറ്റ്? അവർക്ക് അതല്ലാതെ ഒന്നും ചോദിക്കാൻ പറ്റില്ല, ചോദിക്കുന്ന എല്ലാ ചോദ്യത്തിനും ഉണ്ട്. പിന്നെ അയാൾ ചോദിച്ചു, വൈ ഡിഡ് യു കം ഫോർ സച്ച്, എന്നോട് ആദ്യം ചോദിച്ചത് വൈ ഡിഡ് യു കം ഫോർ ദിസ് ജോബ് എന്ന്. ചെയർമാൻ ഓഫ് ദ വൈസ് ചാൻസലർ ഓഫ് ദ യൂണിവേഴ്സിറ്റി അന്ന് ഹസ്നൈനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഐ വാണ്ട് ടു മീറ്റ് യു, ദാറ്റ്സ് വൈ കം, ആൻഡ് താങ്ക് യു ഫോർ ഓഫറിംഗ് മീ ദ ജോബ് എന്ന്. അപ്പോൾ അയാൾ പറഞ്ഞത് വൈ ഡിഡ് യു കം ഫോർ ദ ജോബ് എന്നല്ലേ. ഐ തോട്ട് ഐ എം കമ്മിങ് ഫോർ എൻ ഇന്റർവ്യൂ ആൻഡ് യു ഓൾറെഡി സെഡ് ഐ എം കമ്മിങ് ഫോർ എ ജോബ്, ദാറ്റ് മീൻസ് യു ഓൾറെഡി ഓഫേർഡ് മീ എ ജോബ്. അങ്ങനെ പറയുന്ന സെന്റൻസിൽ കയറി പിടിക്കരുത്. അപ്പോൾ അയാളോട് സോറി വൈ ഡിഡ് യു കം ഫോർ ഇന്റർവ്യൂ, ഐ വാണ്ട് ടു മീറ്റ് യു. അപ്പോൾ അയാളുടെ ബയോഡാറ്റ ഒന്നും ബാക്കി വൈസ് ചാൻസലർക്ക് അറിയില്ലല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞു, യുവർ ലാസ്റ്റ് ആർട്ടിക്കിൾ വിച്ച് യു റോട്ട് ഇൻ ഡെക്കൻ ക്രോണിക്കിൾ ഓൺ ദ ഹിമാലയൻ ഗ്ലേഷ്യർ വാസ് എ ബ്യൂട്ടിഫുൾ ആർട്ടിക്കിൾ. അപ്പം അയാളുടെ തലയങ്ങോട്ട് പോകും, ബാക്കിയുള്ളവരൊന്നും അറിയില്ലല്ലോ, ഇങ്ങനൊന്നും അവരൊന്നും വായിച്ചിട്ടുണ്ടാവില്ലല്ലോ, മനസ്സിലായോ? ആൻഡ് അതർ ബുക്ക് വിച്ച് ഐ ഡിഡ് നോട്ട് റീഡ് ബട്ട് ഐ റോട്ട് എ റിവ്യൂ ഓൺ ദാറ്റ് ബുക്ക്, ദാറ്റ് വാസ് ബ്യൂട്ടിഫുൾ. അങ്ങനെ പറയുമ്പോൾ തന്നെ ഹി ഹാസ് നോ ക്വസ്റ്റ്യൻസ്, അയാൾ ഫ്ലാറ്റായി. നല്ലപോലെ പ്രിപ്പയർ ചെയ്യും. ഞാൻ പറയാൻ കാരണം, യു ഹാവ് ടു പ്രിപ്പയർ തറോ. ആരൊക്കെയാണ്, അവർക്ക് എന്താണ് പ്രോജക്റ്റ്. നമ്മളിപ്പോൾ ഇസ്രോയിലൊക്കെ പോകുന്ന സമയത്ത് ഞാൻ സാധാരണ ആരോടെങ്കിലും പറയാറുള്ളത്, എൻ്റെ കൂടെ നാട്ടിൽ നിന്ന് ഇരിങ്ങാലക്കുടയിൽ നിന്ന് ഹൈദരാബാദ് വരെ ട്രാവൽ ചെയ്തൊരു കുട്ടി ഒരു ഇന്റർവ്യൂവിന് പോയായിരുന്നു. ആകെ ടെൻസ്ഡാണ്, കിട്ടില്ല എന്ന് ഉറപ്പായിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് ഉണ്ട്. ഞാൻ പറഞ്ഞു, ഡസൻറ്റ് മാറ്റർ, വി ഹാവ് 20 hours ആൻഡ് ഐ വിൽ ഗ്യാരണ്ടി യു വിൽ ഗെറ്റ് ഇറ്റ്. ആൻഡ് ഷീ ഈസ് എ സയന്റിസ്റ്റ്. ഇവിടെ അല്ല, വേറൊരു ഡിപ്പാർട്ട്മെന്റിലാണ്. പക്ഷെ ആ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് നമുക്ക് അറിയാം. അതുകൊണ്ട് പൂർണ്ണമായിട്ടും പറഞ്ഞു കൊടുത്തു, ഇന്നതൊക്കെയാണ് പ്രോജക്റ്റ്, ദിസ് ഈസ് വാട്ട് യു സ്റ്റഡീഡ്, ദിസ് ഈസ് വെർ യു വിൽ ഫിറ്റ് ഇൻ. അതുകൊണ്ട് നമ്മളിപ്പോൾ ഒരു എന്തൊക്കെയാ സബ്ജക്ട് പഠിച്ചതെന്ന് ചോദിച്ചു എന്ന് വിചാരിക്കാൻ ആദർശനോട്, ഏതൊക്കെ സബ്ജക്റ്റാണ് പഠിച്ചിട്ടുള്ളത് ഫിസിക്സിൽ, ഏതൊക്കെ പേപ്പേഴ്സാണ്. എനിക്കറിയാത്തതുകൊണ്ടല്ല, കാരണം നിങ്ങളുടെ ബയോഡാറ്റയും മാർക്ക് ലിസ്റ്റും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്തിനാ ചോദിക്കുന്നത് ഞാൻ പറയാം, ഒരു എക്സാമ്പിൾ പറയാം. യു ടെൽ മീ വിച്ച് ആർ ഓൾ ദ സബ്ജക്ട് യു സ്റ്റഡീഡ് ഇൻ യുവർ MSc ഫിസിക്സിൽ, വിച്ച് ആർ ദ സബ്ജക്ട് യു സ്റ്റഡീഡ്. ഫിനിഷ്ഡ്. ഇപ്പൊ ഞാൻ എൻ്റെ പ്രോജക്റ്റ് ഒപ്റ്റിക്സ് ആണെന്ന് വിചാരിക്കും, അതിനാണ് നിങ്ങൾ അപ്ലൈ ചെയ്തത്. നിങ്ങൾ ആദ്യം കണ്ടൻസ്ഡ് മാറ്ററും ക്വാണ്ടം തിയറിയൊക്കെ ആണെങ്കിൽ എൻ്റെ ഇൻട്രസ്റ്റേ പോയി. എന്തായാലും ഒപ്റ്റിക്സ് പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ആലോചിക്കാം, നിങ്ങൾ എന്തുകൊണ്ട് ഒപ്റ്റിക്സ് പറഞ്ഞില്ല. നിങ്ങൾക്കത് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ്. ആദ്യം ഒപ്റ്റിക്സ് ആണ് ഇഷ്ടമെങ്കിൽ ആദ്യം എന്താ പറയാ,
അപ്പോൾ ഒരു ജോലിക്ക് പോകുമ്പോൾ നമുക്കിഷ്ടമുള്ളതല്ല പറയേണ്ടത്. അവർക്ക് ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് അഡ്വർടൈസ്മെന്റ്, ഏത് പോസ്റ്റിനാണ് അഡ്വർടൈസ്മെന്റ്, അതിനൊക്കെ ക്വാളിഫിക്കേഷൻസ് ഒക്കെ എഴുതിയിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് MSc ഫിസിക്സ് ക്യാൻ അപ്ലൈ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ഇന്ന ഡിപ്പാർട്ട്മെന്റിൽ ഇന്ന ജോലിക്ക് വേണ്ടി എന്നൊക്കെ പറയാമല്ലോ. അപ്പൊ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് ആണ് റിമോട്ട് സെൻസിങ് ആണ്, ഇമേജ് പ്രോസസിംഗ് ആണ്. അപ്പൊ അതിനകത്ത് ഏറ്റവും അത്യാവശ്യം വേണ്ട ഓപ്റ്റിക്സ് ആണ് നോളജ്. ക്യാമറ ഇല്ലാണ്ട് പടം എടുക്കാൻ പറ്റില്ല, പടം എടുത്താലേ എനിക്ക് പ്രോസസ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ അതിന്റെ ഉള്ളിലേക്ക് പോയി ഇതാണ് ഇന്റർവ്യൂ പ്രിപ്പറേഷൻ. ഇപ്പൊ കേരളത്തിലൊക്കെ പല അക്കാഡമിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിലും ഹൗ ടു പ്രിപ്പയർ ഫോർ ഇന്റർവ്യൂ എന്ന് പറഞ്ഞിട്ട് ഏതോ പിന്നെ എന്താണ് ലയൺസ് ക്ലബ്ബുകാരനും JCസിന്റെ കാരനും ഒക്കെ ക്ലാസ് എടുക്കണമെന്ന് എനിക്ക് സങ്കടം തോന്നും. കാരണം ഇവരൊന്നും ജീവിതത്തിൽ ഇതുവരെ ഇന്റർവ്യൂ പാസ്സാവാത്തതുകൊണ്ട് റബ്ബർ വെട്ട് തുടങ്ങി, അവസാനം കുറച്ച് ദിവസം കഴിയുമ്പോൾ കോട്ടൊക്കെ ഇട്ടിട്ട് ട്രെയിനിങ് തുടങ്ങി, അത് കഴിഞ്ഞ് ഇന്റർവ്യൂവിന് പഠിപ്പിക്കും ആൾക്കാർ. മനസ്സിലായോ? ദ മിസ്ഗൈഡ് പീപ്പിൾ. ഇന്റർവ്യൂ ഒന്നും അങ്ങനെയല്ല. ഇന്റർവ്യൂവിനൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് കുറേ റിക്വയർമെന്റ്സ് ഉണ്ട്. ആ റിക്വയർമെന്റ്സിന് പറ്റുന്ന ഒരാളെ പിടിച്ചെടുക്കലാണ് എൻ്റെ ലക്ഷ്യം. അപ്പൊ ഞാനിപ്പോ ഒരു ഡയറക്ടർ പോസ്റ്റ് ആകുമ്പോൾ ഡെഫിനറ്റ്ലി ചോദിക്കും, ഇഫ് യു ബിക്കം ഡയറക്ടർ വാട്ട് ആർ യു ഗോയിങ് ടു ഡു? ചോദിക്കോ ഇല്ലയോ? അപ്പൊ അങ്ങനെയാകുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ യൂണിവേഴ്സിറ്റി ഫുൾ പഠിച്ചിട്ട് അവിടെ ഞാൻ ഡയറക്ടറായി എനിക്ക് വരുത്താൻ പറ്റുന്ന മാറ്റങ്ങളൊക്കെ, അത് 4 സെന്റൻസ് പറയാവുന്ന കാര്യമല്ലെന്ന് എനിക്കറിയാം. So I already prepared a beautiful document on that and then said, this is what I am going to do. And if I don't get also any person who are going to appoint as director, give this. It will help you. ഞാൻ വരുന്നത് എനിക്ക് ജോലിക്ക് വേണ്ടിയിട്ടല്ല. See, I have an intention to make your university good or my university because I took my degree from there. അപ്പോൾ അത് നമ്മുടെ ഒരു അപ്രീസിയേഷൻ ആണ്, നമ്മുടെ ഒരു അറ്റാച്ച്മെന്റ് ആണ്, കമ്മിറ്റ്മെന്റ് ആണ്. അത് കാണുമ്പം ബോധം വിവരമുള്ള ഏതൊരാളും നമ്മൾ സെലക്ട് ചെയ്യും. മനസ്സിലായി? ദാറ്റ്സ് ഹൗ വി ഗെറ്റ്. അപ്പൊ അതുകൊണ്ട് വളരെ ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ മുതൽ ഗെറ്റ് ഡീപ്പർ ആൻഡ് ഹാവ് ഡിസ്കഷൻസ്. കേരളത്തിലൊന്നും വളരെ വിരളമായിട്ട് ആൾക്കാർ സംസാരിക്കാറുണ്ട്. ഞാൻ പറഞ്ഞു, ഇപ്പം എഞ്ചിനീയറിംഗ് കോളേജ് കോട്ടയത്ത് നിന്നൊക്കെ PhD എടുത്തിട്ടുള്ള ഫിസിക്സ് ഡിപ്പാർട്ട്മെന്റിൽ അവിടെ PhD എടുത്തിട്ടുള്ള ആൾക്കാർ ജോലി ഇല്ലാണ്ട് നടക്കുന്നത് എനിക്കറിയാം. അപ്പൊ അതുകൊണ്ട് ഐ ആം പെയ്ഡ് ലെസ്, ഐ ആം ഡൂയിങ് എ സ്മോൾ ജോബ്, അതൊന്നും വിചാരിക്കരുത്. കാരണം ദർ ആർ മില്യൺസ് ഓഫ് പീപ്പിൾ ഹു ഡോണ്ട് ഇവൻ ഗെറ്റ് എ ജോബ് ആഫ്റ്റർ PhD എന്ന് മനസ്സിൽ കാണും. ആൻഡ് യു ആർ എ ബ്ലെസ്ഡ് വൺ, യു ഗോട്ട് എ ജോബ് ആൻഡ് യു ഗോട്ട് എ ചാൻസ് ടു ലേൺ. യു ഹാവ് ബ്യൂട്ടിഫുൾ ലൈബ്രറി, യു ആർ ഇൻ ടു അക്കാഡമിക്സ് ആൻഡ് യു ഹാവ് ഗോട്ട് ലോട്ട് ഓഫ് ഫ്രീഡം ടു ലുക്ക് ആൻഡ് ലേൺ ആസ് മച്ച് ആസ് യു വാണ്ട്. യൂസ് ഇറ്റ് പ്രോപ്പർലി, യൂസ് ഇറ്റ് 100%. That's what is to be. Okay. Doctor, വേറൊരു ക്വസ്റ്റ്യൻ, കമ്മ്യൂണിക്കേഷൻ എങ്ങനെ, ഹൗ ടു ഇംപ്രൂവ് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ? See, the way I am speaking to you now, ഞാനിപ്പോൾ മലയാളം മീഡിയം സാധാരണ സ്കൂളിൽ വില്ലേജിൽ പഠിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ BSc പഠിക്കുന്ന കാലത്ത് ഞാൻ ചെയ്തിട്ടുള്ളത്, ഞാൻ കോളേജ് ക്ലാസ് മുറികളിൽ പോയിട്ട് ഇംഗ്ലീഷിൽ പ്രസംഗിക്കുമായിരുന്നു. ഞാൻ പാർട്ടിക്കും പൊളിറ്റിക്സിനൊക്കെ വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരാളായ, അങ്ങനെയൊക്കെ ആയിരുന്നു. ഏത് പാർട്ടിക്ക് വേണ്ടിയിട്ടും ഞാൻ പ്രസംഗിക്കാം. കാരണം ഐ ഗോട്ട് എ ചാൻസ് ടു ഗോ ടു, ഇപ്പൊ BA ഇംഗ്ലീഷ് ആണെങ്കിൽ ഞാൻ BA ഇംഗ്ലീഷിലേ പറയുള്ളൂ പ്രസംഗം. ഇന്ന് ഞാനത് തിരിച്ചു കേൾക്കുമ്പോൾ എന്താ പറയുക, ഹൺഡ്രഡ്സ് ഓഫ് മിസ്റ്റേക്സ് എനിക്ക് ഇപ്പൊ തന്നെ അറിയാം. ഗ്രാമർ തെറ്റായിട്ടുണ്ടാവും, സെന്റൻസ് തെറ്റായിട്ടുണ്ടാവും, സെന്റൻസ് മേ നോട്ട് ബി കംപ്ലീറ്റ്. ഒരു പ്രശ്നമില്ലെന്ന് എനിക്ക്. ഹിന്ദി ക്ലാസ് പോകുമ്പോൾ ഹിന്ദിയിൽ ഞാൻ അടിച്ചിട്ടുണ്ട്. എനിക്ക് ഹിന്ദിയൊന്നും അറിയേ ഇല്ല എന്ന് ഇപ്പോഴും എനിക്കറിയാം. അപ്പൊ ആദ്യം വേണ്ടത് കമ്മ്യൂണിക്കേഷൻ സ്കില്ലിന് ഏറ്റവും അത്യാവശ്യമായിട്ട്, ഇഫ് ഇറ്റ് ഈസ് എ ഓറൽ കമ്മ്യൂണിക്കേഷൻ, ദ ഫസ്റ്റ് എബിലിറ്റി ഈസ് ദാറ്റ് യെസ് ഐ നോ എന്നുള്ള ധാരണയില്ലെങ്കിൽ സംസാരിക്കും. ഐ ഡോണ്ട് നോ എന്നുള്ള സംസാരമാണെങ്കിൽ തപ്പും. അങ്ങനെ എന്നെക്കാളും വിവരവും ഇംഗ്ലീഷും അറിയുന്ന പലരെയും ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റാത്ത എനിക്കറിയാം. ദാറ്റ് ഈസ് ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് കോൺഫിഡൻസ്. ദേ കീപ് ലുക്കിംഗ് ഫോർ വേർഡ്സ്, ആപ്റ്റ് വേർഡ്സ്. ആപ്റ്റ് വേർഡ്സ് വേണ്ടെന്നല്ല ഞാൻ പറയുന്നത്, ആപ്റ്റ് വേർഡ്സ് വരും. നമ്മൾ മലയാളത്തിൽ ആപ്റ്റ് വേർഡ്സ് കണ്ടിട്ടും തപ്പിയിട്ടും ഒന്നല്ലല്ലോ കിട്ടുന്നത്. ഇപ്പം ഞാനിപ്പോൾ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഐ ഡോണ്ട് തിങ്ക് ഇൻ ഇംഗ്ലീഷ് ആൻഡ് സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്. ഐ സ്പീക്ക് ഇൻ ഇംഗ്ലീഷ്, തിങ്ക് ഇൻ ഇംഗ്ലീഷ്. അത് വേണമെന്ന് വിചാരിച്ചിട്ടല്ല, അറിയാണ്ട്. അങ്ങനെ ഏത് ഭാഷയായാലും, ഇപ്പം ഞാൻ പഞ്ചാബിൽ പോയാലോ അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ പോയാലോ ഇമ്മീഡിയറ്റ്ലി ഹിന്ദി കംസ് ടു മീ. അപ്പം അവർക്കറിയില്ല ഞാൻ മലയാളിയാണെന്നോ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യൻ ആണെന്നോ. ആ ഒരു ലാഘവത്തോടു കൂടി സംസാരിക്കാൻ പറ്റുന്നു. അങ്ങനെ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ഐ
immediate they really catch me because my style is different. ಇപ്പൊ ಕರ್ನಾಟಕದಲ್ಲಿ ಕಂಡ ಬರುತ್ತೆ ಹೇಗೆ ಬರಲ್ಲ, ಚೆನ್ನಾಗಿ ಬರುತ್ತಲ್ಲ, ಹೇಗೆ ಓದಿದೆ ಇಲ್ಲಿ, ನಾನು ಓದಿರೋದು ಕಲ್ತಿರೋದು ಇಲ್ಲೇನೆ എന്ന് പറയുമ്പോൾ കന്നഡയാണോ. സോ ആ കോൺഫിഡൻസോടുകൂടി കുറച്ച് വാക്കുകളാണെങ്കിലും കാഷ്വലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായി? No, don't. You have to. അതിന് ഇപ്പൊ ഞാൻ കന്നഡ പറയണമെങ്കിൽ ഞാൻ ഇപ്പൊ ആദർശനോട് പറയുമ്പോൾ ആദർശ് ഇങ്ങനെ നോക്കുമല്ലോ ഉള്ളൂ. റെസ്പോൺസ് ഇല്ലെങ്കിൽ പിന്നെ ഞാൻ ആ ഭാഷ മാറ്റണ്ടേ. There is no point in learning English and you don't have anybody to speak English around you. കേരളത്തിന്റെ ഏറ്റവും പരിതാപകരമായ അവസ്ഥ എന്താ വെച്ചാല് വേറെ ഒരു സ്റ്റേറ്റിൽ നിന്നും ആൾക്കാർ അവിടെ ഒന്നും പഠിക്കുന്നില്ല. ഇപ്പൊ ബാംഗ്ലൂരിൽ ഏത് എഞ്ചിനീയറിംഗ് കോളേജിൽ പോയാലും ഒരു 10 ഭാഷക്കാരെ നമുക്ക് കാണും. And you have to use some other language other than your mother tongue. അല്ലേ? ഇപ്പൊ ഞാൻ പാലക്കാടുള്ള കുറെ മലയാളം മീഡിയം കുട്ടികളെ ആദ്യം ഇംഗ്ലീഷ് സംസാരിക്കാനുള്ള ഒരു കറേജ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഐ ടുക്ക് ദം ടു ഗോവ. എന്നിട്ട് അവിടെയുള്ള കുട്ടികളുമായിട്ടേ സംസാരിക്കാവൂ. അങ്ങനെ കുറെ എക്സർസൈസ് കണ്ണൊക്കെ കെട്ടിയിട്ട് അങ്ങനത്തെ ഗ്രൗണ്ട് എക്സ്പെരിമെന്റ്സ് കുറെ ചെയ്തിട്ടുള്ളതാണ്. ഇറ്റ്സ് ലൈക്ക് എ ഗെയിം സോ ദാറ്റ് യു ഹാവ് നോ അതർ ചോയ്സ്. അത് ഒരു ഹാഫ് ഡേ കഴിയുമ്പോഴത്തേക്കും എൻ്റെ മക്കളൊക്കെ അസലായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞു. അത് നമ്മൾ ഫോഴ്സ് ചെയ്യാണ്. ഇപ്പൊ assume that you are alone in Goa and you have no other way, I think you will speak English fluently. നോർത്ത് ഈസ്റ്റിലെ എല്ലാ കുട്ടികളും ഇംഗ്ലീഷ് പറയും. അവർക്ക് സ്ക്രിപ്റ്റ് പോലും ഇല്ല, അവരുടെ ഭാഷ ഇംഗ്ലീഷിലാണ്. അപ്പൊ നമ്മൾ ആ സിറ്റുവേഷനിൽ അല്ലാത്തത് കൊണ്ട് കേരള പീപ്പിൾ ഹാവ് എ റിയൽ പ്രോബ്ലം. അതുകൊണ്ടാണല്ലോ ഈ കുറെ ട്രോളുകൾ വരുന്നതൊക്കെ വലിയ പഠിച്ച് BA ഇംഗ്ലീഷും MA ഇംഗ്ലീഷും PhD ഇംഗ്ലീഷും എടുത്തിട്ടും അവർക്ക് പറയാൻ പറ്റാത്തത്. ഓക്കെ, അപ്പൊ അതിന് വേണ്ടത് കറേജ് നമ്പർ 1. നമ്പർ 2, കുറെ വൊക്കാബുലറി ഇംപ്രൂവ് ചെയ്യണം. ആ വാക്കുകൾ വരുമ്പോഴല്ലേ എളുപ്പം കിട്ടുള്ളൂ. അപ്പൊ അതിന് വേണ്ടത് യു ഷുഡ് ലിസൺ ടു സംബഡീസ് ലെക്ചർ. അത് നമ്മുടെ ഭാഷ സംസാരിക്കുന്ന നമ്മുടെ ഫ്രീക്വൻസിയിലുള്ളവരാണെങ്കിൽ എളുപ്പം ക്യാച്ച് ചെയ്യും. ഫൊണറ്റിക്സും ഫിനോണിക്സും ഒന്നും വലിയ പ്രാധാന്യമൊന്നുമില്ല. ഇപ്പൊ KGയിലൊക്കെ ക്ലാസ്, ഞാനൊക്കെ സെമിനാറിന് പോകുന്ന സമയത്തും വർക്ക്ഷോപ്പ് ചെയ്യുന്ന സമയത്തും ചിലരൊക്കെ അത് തന്നെ 2 മണിക്കൂർ ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ ഞാൻ പറയട്ടെ ഇതൊന്നും അറിയാണ്ട് അപ്പം ഞാൻ പറയുന്നത് ആൻഡ് ഐ ആം ആൻ ഇൻവൈറ്റഡ് സ്പീക്കർ ഹിയർ, റൈറ്റ്? അപ്പൊ ഈ LKGയിലും UKGയിലും ഈ പറഞ്ഞ ടീച്ചർ പോലും പഠിച്ചിട്ടില്ല. ഈ ക്ലാസ് എടുക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷ് പറയേണ്ടതുകൊണ്ട് ക്ലാസ് എടുക്കുന്ന ചില മഹാന്മാരുണ്ടല്ലോ. അപ്പൊ ഞാൻ അവരോട് ചോദിക്കാറുള്ളത്, നിങ്ങൾ പഠിച്ച സ്കൂളിൽ ഇങ്ങനെ പഠിച്ചിരുന്നു ചോദിച്ചു. ഇല്ല. ആ പഠിക്കാണ്ട് തന്നെ ഇപ്പൊ ഇങ്ങനെ പറയാൻ പറ്റുന്നുണ്ടല്ലോ. സോ അറ്റ് എനി ടൈം യു ക്യാൻ ചേഞ്ച് യുവർ സ്റ്റൈൽ ഓഫ് ടോക്കിംഗ്. ഇപ്പൊ ഞാനിപ്പം ഡിസ്കവറി ചാനൽ DrTPS അടിക്കാം. അതിനകത്ത് എൻ്റെ ഒരു കമന്റേറ്ററാണ്. കുംഭമേള നടക്കുമ്പോൾ അവിടെ എന്താ നടക്കണമെന്ന് ഞാൻ പറയുന്ന ഇംഗ്ലീഷ് നോക്കിയാൽ ഞാൻ വേറൊരു സ്ഥലത്തും അങ്ങനെ ഇംഗ്ലീഷ് പറഞ്ഞിട്ടില്ല, കാരണം അതിൻ്റെ ആവശ്യം ഉണ്ടായിട്ടില്ല. പക്ഷെ ഡിസ്കവറിയിൽ അങ്ങനെ വേണം എന്ന് കമ്പൽസറി ആണ് അവർ, അല്ലെങ്കിൽ എൻ്റെ സൗണ്ട് ടെസ്റ്റ് തന്നെ പുറത്താക്കും. അതെനിക്ക് വളരെ എളുപ്പമാണ്. 2 മണിക്കൂർ ഞാനത് കേട്ടോണ്ടിരുന്ന് കഴിഞ്ഞാൽ അവരുടെ സ്റ്റൈലിൽ ഞാൻ പറയും. അതിന് മിമിക്രി അറിയണം, മനസ്സിലായോ? അത് ആ മിമിക്രി അറിയുമ്പോൾ ഞാൻ തമിഴ്നാട്ടിൽ പോയാൽ ഇമ്മീഡിയറ്റ് തമിഴ് വരുന്നത് തമിഴ് വാക്കുകൾ അറിഞ്ഞുകൊണ്ടൊന്നുമല്ല. തമിഴ് വാക്കുകൾ അറിയില്ല, മലയാളമാണെങ്കിൽ അത് തമിഴ് പോലെ പറയും ഞാൻ അവിടെ. They will get confused. ഇങ്ങനെയുണ്ടോ വാക്കുകൾ? കോണ്ടെക്സ്റ്റുവലി they understand, right? മനസ്സിലായോ? അതുകൊണ്ട് don't give too much of importance to the phonetics. അതൊന്നും വേണമെന്നില്ല. വൊക്കാബുലറി വേണം. So how do you get vocabulary? Listen to somebody who speaks to you. ഇപ്പൊ ഞാനിപ്പോ പറഞ്ഞു, listen to somebody who speaks to you in your style എന്ന് പറയുമ്പോൾ don't hear, listen to that. എങ്ങനെ ലിസണിങ് ആവുക? ഉടനെ തന്നെ ഇത് റിപ്പീറ്റ് ചെയ്യും. ഞാൻ പറയുമ്പോൾ തന്നെ when I speak to you എന്ന് പറയുമ്പം ഉള്ളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടാവും when I speak to you. അപ്പൊ നെക്സ്റ്റ് ടൈം ആ വാക്ക് ഉപയോഗിക്കും. അതല്ലെങ്കിൽ എന്ത് പറ്റും? when I told you കുടുങ്ങി. ഇപ്പൊ ബംഗാളിലൊക്കെ പോയാല് ഐ ആം കമ്മിങ് നാ എന്ന് പറഞ്ഞാൽ നമ്മൾ 2 അർത്ഥവും മനസ്സിലാക്കണം. ഐ വെന്റ് എന്നായിരിക്കും ചിലപ്പോൾ പറയണ്ടാവും. ഓക്കെ, ദാറ്റ് ഡേ ഐ വെന്റ് ടു യു എന്നൊക്കെ പറയാം. ദാറ്റ് ഡേ ഐ വെന്റ് ടു യു, ഐ കെയിം ടു യു എന്നാ പറയണേ. കാരണം ബംഗാൾ ലാംഗ്വേജിൽ കെയിമും വെന്റും തമ്മിലൊന്നും വലിയ വ്യത്യാസമില്ല. അവരെ അതുപയോഗിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടാണ് ഇംഗ്ലീഷ് പഠിച്ചത്. എനിക്ക് ആകെ പ്രശ്നമായിരുന്നു ആദ്യമൊക്കെ. യു ഡിഡ്ന്റ്, ഐ കെയിം, ഐ വെന്റ് എന്നാ പറയണേ.
മനസ്സിലായോ? അപ്പൊ അതൊന്നും ബാധകല്ലാണ്ട് സംസാരിക്കാൻ നമുക്ക് പറ്റുന്നത് നമ്മുടെ ഡോണ്ട് വെറി ടു മച്ച് ഓഫ് മിസ്റ്റേക്സ്. നമ്മൾ ബാക്കിയുള്ള ഞാൻ ഇപ്പൊ പറഞ്ഞു ഡോണ്ട് വെറി ടു മച്ച് ഓഫ് മിസ്റ്റേക്സ്. അത് കേട്ട് ശരിയാണ്. അത് കേട്ട് റിപ്പീറ്റ് ചെയ്യാം. ഇപ്പൊ ഞാനൊക്കെ എഞ്ചിനീയറിംഗ് കോളേജ് ഞാൻ ഇപ്പോഴും പഠിക്കുന്നുണ്ട് ഇംഗ്ലീഷ്. ഐ കീപ് ലേണിംഗ്. എങ്ങനെയാ പഠിക്കുക? ആരുടെയെങ്കിലൊക്കെ നല്ല ലെക്ചർ കേൾക്കുമ്പോൾ ഐ ലിസൺ ടു ദം. ഇപ്പൊ എനിക്ക് ഏതെങ്കിലും ഒരു ക്ലാസ് എടുക്കാൻ പോകണമെന്ന് വിചാരിക്കും. ഞാനുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വിഷയമാണെന്ന് വിചാരിക്കും എനിക്ക് തന്നിട്ടുള്ളത്. ഇപ്പം തൃശ്ശൂര് എനിക്കൊന്ന് ചാർട്ടേഡ് അക്കൗണ്ടൻസിൻ്റെയോ ബിസിനസ് ഗ്രൂപ്പിൻ്റെയോ അങ്ങാണ്ട് ക്ലാസ് എടുക്കാം ഓൺലൈനായി. പക്ഷെ ആ ടെർമിനോളജീസ് ആർ നോട്ട് വെരി കോമൺ. ഞാൻ എവരിഡേ യൂസ് ചെയ്യുന്ന ടെർമിനോളജീസ് അല്ല പലപ്പോഴും. റൈറ്റ്? അതിനെനിക്ക് എളുപ്പമാണ്. ഞാൻ ഒരു 3 ദിവസം ആരുടെയെങ്കിലും അത്തരം റിലേറ്റഡ് ആയിട്ടുള്ള ലെക്ചേഴ്സ് വെറുതെ അവർ പറയുന്ന പോയിന്റ്സേ അല്ല ഞാൻ പറയാം. പക്ഷെ ടെർമിനോളജീസ് ഹാസ് ടു കം. I am good in physics only when I know the terminologies in physics. ആ ടെർമിനോളജീസ് അറിയില്ലെങ്കിൽ ഞാൻ ലിഫ്റ്റ് വെയിറ്റ് എന്ന് പറയുന്നതിന് പകരം ഞാൻ ലിഫ്റ്റ് വെയിറ്റ് എന്ന് പറയേണ്ടത്. ആ ലിഫ്റ്റ് എന്നുള്ള വാക്ക് എനിക്ക് കിട്ടിയില്ലെങ്കിൽ എന്താ പറയും? ഞാൻ ട്രൈ ടു മേക്ക് ഇറ്റ് അപ്പ് ഡൗൺ എന്നൊക്കെ പറയാ. അവിടെയാണ് നിങ്ങളുടെ ഇംഗ്ലീഷ് പൊളിഞ്ഞു പോകുന്നത്. അണ്ടർസ്റ്റുഡ്? ബ്രിങ് ദറ്റ് ഐറ്റം ഹിയർ എന്ന് അറിയില്ലെങ്കിൽ യു ഗോ ആൻഡ് ടേക്ക് ഇറ്റ് ആൻഡ് കം ഹിയർ എന്നേ പറയുള്ളൂ ഞാൻ. എന്നാൽ ബ്രിങ് എന്നുള്ള വാക്ക് വരുന്നില്ല എനിക്ക്. അതുകൊണ്ടാണ്. മനസ്സിലായോ? യു ഗോ ആൻഡ് ടേക്ക് ഇറ്റ് ആൻഡ് കം ഹിയർ എന്ന് പറയുന്നത് ബ്രിങ് ഇറ്റ് തന്നെയാണ്. ആണോ അല്ലയോ? പക്ഷെ ആ ബ്രിങ് എന്നുള്ള വാക്ക് അറിയാത്തതുകൊണ്ടാണ് പലരും ഇങ്ങനെ വാക്കുകൾ ഉപയോഗിക്കുന്നത്. സോ വൊക്കാബുലറി ഈസ് കമ്പൽസറി. അത് ഒരു ലാംഗ്വേജിൽ അറിയുമെങ്കിൽ എല്ലാ ലാംഗ്വേജിലും നമുക്കത് കിട്ടും. അതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ ഈസ് ഈക്വൽ ടു ക്രിയേറ്റിവിറ്റി എന്നാണ്. അതുകൊണ്ട് എപ്പോഴും ഞാനൊക്കെ കോഴ്സ് കൊടുക്കുമ്പോൾ ഞാൻ പറയാറുള്ളത് ഐ എം നോട്ട് ടീച്ചിങ് യു കമ്മ്യൂണിക്കേഷൻ, ഐ എം മേക്കിംഗ് യു ക്രിയേറ്റീവ്. ആ ക്രിയേറ്റിവിറ്റി വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി കമ്മ്യൂണിക്കേഷൻ വരും. സരസ്വതി വരുമ്പോൾ ക്രിയേറ്റിവിറ്റി ബ്രഹ്മാവാണ്. ബ്രഹ്മാവ് ഉള്ളിലുണ്ടെങ്കിൽ സരസ്വതി വരും എൻ്റെ അടുത്ത്. ഇനി ബ്രഹ്മാവില്ലെങ്കിൽ ഞാൻ സരസ്വതിയെ കുറെ പിടിച്ചു വെച്ചാലും സരസ്വതി ചാടിപ്പോകും. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് കുറെ പഠിച്ചവർക്കും അവർ പറയുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് ചിലപ്പോൾ എനിക്ക് പറയാൻ പറ്റുന്നത് ഐ അണ്ടർസ്റ്റുഡ് ദ ബേസിക് മെത്തേഡ് ഓഫ് കാച്ചിങ് ബ്രഹ്മ ആൻഡ് പുട്ടിങ് ഇൻസൈഡ്. ഇംഗ്ലീഷ് പഠിക്കുന്നവർ സരസ്വതിയെ മാത്രം പിടിച്ചു വെച്ചു. ദേ നോ ലോട്ട് ഓഫ് ടെർമിനോളജീസ് ബട്ട് ക്രിയേറ്റിവിറ്റി ഈസ് നോട്ട്. സോ ആ ഒരു വാക്ക് കിട്ടിയില്ലെങ്കിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. വേറൊരു വാക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാനുള്ള ഒരു ഇൻസ്റ്റന്റേനിയസ് കപ്പാസിറ്റി ഉണ്ടല്ലോ. ആൻഡ് ഇൻസ്റ്റന്റേനിയസ് കപ്പാസിറ്റി ടു യൂസ് ദ വേർഡ്സ് ഇൻ ദ പ്രോപ്പർ സ്റ്റൈൽ ഈസ് വാട്ട് മേക്സ് യു എ പോയറ്റ്. സോ അതുകൊണ്ട് ഞാനൊരു പോയറ്റാണ്. ഒരാളൊരു പടം തന്നിട്ട് ഇതിനൊരു ക്യാപ്ഷൻ വേണമെന്ന് പറഞ്ഞാൽ ടപ്പ് എന്നിട്ട് ക്യാപ്ഷൻ വരും. അപ്പോൾ ആ പടം വരച്ചാൾ ഒരു ഇത് തന്നെയാണ് ഞാൻ ആലോചിച്ചത്. അത് നമ്മളെ കട്ടി അണ്ടർസ്റ്റുഡ്. അപ്പോൾ ആ എബിലിറ്റി നമുക്ക് ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ യു വിൽ ഹാവ് ടു വർക്ക് ഇൻ സച്ച് മോഡ്. അതിന് സത്സംഗം ആവശ്യമാണ്. കുറേ ഇൻ്റർവ്യൂ ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്ത ചെറിയൊരു ബിറ്റ് ഉണ്ട്. ഇന്നലെ ഒരു പയ്യനുമായിട്ടുള്ള ഇൻ്റർവ്യൂ, കാസർഗോഡുകാരനൊരു മോനാണ്. അപ്പം ഞാൻ അവനോട് പറഞ്ഞത് യു സ്റ്റാർട്ട് ഐഡൻറ്റിഫൈങ് എ സബ്ജക്റ്റ്. അതിനകത്ത് 10 ക്വസ്റ്റ്യൻ. അങ്ങനെ ഒരു 50 സബ്ജക്റ്റിൽ 10 ക്വസ്റ്റ്യൻ ചെയ്തായാൽ 500 ക്വസ്റ്റ്യൻ ആയി. ആൻഡ് യു ക്യാൻ ഇൻ്റർവ്യൂ 50 പീപ്പിൾ. ഫിനിഷ്ഡ്. വളരെ ഈസി ആയിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഞാൻ പാകിസ്ഥാനിൽ ഒരു 7ാം ക്ലാസ്സിൽ ഒരു മോൻ ഇൻ്റർവ്യൂ ചെയ്തു. അത് കഴിഞ്ഞ് അമ്മക്ക് ഇൻ്റർവ്യൂ ചെയ്യണം. അതായത് നോ ഉറുദു പറയാനോ കേൾക്കാനോ മനസ്സിലാവാനോ ഒന്നും ബുദ്ധിമുട്ടില്ല എനിക്ക്. ഐ വുഡ് ഹാവ് മച്ച് ഹാപ്പിയർ. കാരണം എനിക്കും ഒരു ചാൻസ് കിട്ടുകയാണ് ഉറുദുവിൽ കേൾക്കാനും ഹിന്ദിയിൽ പറയാനും ഒക്കെ ചാൻസ് കിട്ടുമ്പോൾ ഐ ലവ് ഇറ്റ്. ഡിഫറെൻറ്റ് ലാംഗ്വേജസ് പറയാൻ എനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ ആരെങ്കിലും തമിഴിൽ വന്ന് എന്നെ ഇൻ്റർവ്യൂ ആണെങ്കിൽ ഐ ലവ് ഇറ്റ്. കാരണം എനിക്ക് അങ്ങനെ ഒരു ഇൻ്റർവ്യൂ ഇതുവരെ കിട്ടിയിട്ടില്ല. ഓക്കെ, തമിഴ് നല്ലതായി പേശും. ബട്ട് ഒരു ടെക്സ്ച്വൽ കണ്ടന്റോട് കൂടി ഒരു പ്രോബ്ലം തന്നിട്ട് ഒരു ഓഡിയൻസിൽ പറയണമെന്ന് വെച്ചാൽ ബുദ്ധിമുട്ടായിരിക്കും. ക്ലാസ് എടുക്കാനൊക്കെ പോകുമ്പോൾ പലയിടത്തും ഞാൻ തൃശ്ശൂരൊക്കെ പോകുന്ന സമയത്ത് എല്ലാം തമിഴന്മാരാണ്. അപ്പോൾ ഞാൻ ഇംഗ്ലീഷ് പറഞ്ഞ ഉടനെ ഞാൻ തന്നെ തമിഴിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് പറഞ്ഞു കൊടുക്കുന്നു. അല്ലെങ്കിൽ അവരെ ഇങ്ങനെ വായകൊണ്ട് നിൽക്കണം. അപ്പം എനിക്ക് മനസ്സിലായില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വ്യത്യസ്തമായ വിഷയങ്ങളെ ആലോചിച്ച് അപ്പോഴേ നമ്മൾ ടെർമിനോളജീസ് പഠിക്കുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ക്ലാസ്സിൽ ഉപയോഗിക്കുന്ന സമയത്തും മാഷന്മാർക്ക് പലപ്പോഴും പറ്റാത്തതാണ്. ഇപ്പം എന്നെയൊക്കെ ഫിസിക്സ് പഠിപ്പിച്ച മാഷുണ്ടായിരുന്നു. ആ മാഷ് സിമ്പിൾ പെൻഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആടോ എന്നേ പറഞ്ഞു.
ഹിയർ ആൻഡ് ദർ ഇറ്റ് ഈസ് മൂവിങ് എന്നാ പറയാം. ഇങ്ങനെയാണോ പിന്നെ പഠിപ്പിക്കാന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇപ്പോഴാ തോന്നുക, അന്ന് തോന്നിയില്ല. അന്ന് ഭയങ്കര ക്ലാസ് ആയിരുന്നു. കാരണം വെച്ചാൽ മലയാളത്തിലാണ് പറയുന്നത്, വളരെ സന്തോഷം നമുക്കറിയാത്തുള്ളൂ. പക്ഷെ ഇന്ന് തിരിച്ചാലോചിക്കുന്ന സമയത്ത് ഇറ്റ്സ് ടു മച്ച്. അപ്പൊ അത് കേട്ട് വളർന്നത് കൊണ്ടാണ് നമുക്ക് ആ ഡെവലപ്മെന്റ് ഇല്ലാത്തത്. എസ്യൂം ദാറ്റ് യു ഹാഡ് എ ഗ്രേറ്റ് ടീച്ചർ ഹു സ്പീക്സ് അബൌട്ട് ദ ലവ് ഫോർ ഫിസിക്സ് കൊണ്ട് ബുക്ക് വായിച്ചിട്ടുണ്ടോ? വാൾട്ടറിന്റെ അദ്ദേഹത്തിന്റെ യൂട്യൂബ് കാണും. ഡിഡ് യു ലിസൺ ടു ദാറ്റ് യൂട്യൂബ്? എന്ത് വണ്ടർഫുൾ ആണ്. ഓട്ടോമാറ്റിക്കലി വിൽ ബിക്കം ലൈക്ക് ദാറ്റ്. എനിക്ക് എത്രയോ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് അറിയാം. ഹണ്ട് ഫോർ സച്ച് ലെക്ചേഴ്സ്. അപ്പൊ അങ്ങനെ ഇഷ്ടംപോലെ ലെക്ചറുകൾ കാണുകയും കേൾക്കുകയും ഒക്കെ ചെയ്ത് സ്വയം ഉണ്ടാക്കിയതാണ്. ഐ ആം ഫ്രം എ റിമോട്ട് വില്ലേജ് അറ്റ് എ ഏജ് ഓൾഡ് ടൈം വെൻ ഇംഗ്ലീഷ് വാസ് ഇംഗ്ലീഷ് മാഷന്മാരെയൊക്കെ ഞാൻ തമാശയായിട്ട് കുറെ കവിതകളൊക്കെ എഴുതി. പ്രാഞ്ചി നടക്കും സ്ട്രാച്ച് സ്ട്രഗിളുകൾ അനവധി ഉണ്ടവനിന്നും വാക്കുകൾ ഓരോന്നുരിയാടാൻ. ഇംഗ്ലീഷ് ഭാഷയെ കുറിച്ച് ഞാൻ എഴുതി മലയാളത്തിൽ. അയാൾക്ക് വാക്ക് പറയാൻ തന്നെ ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ സഹിച്ച ആളാണ്. പക്ഷെ ഞാൻ ഐ തോട്ട് യെസ് ഐ ഹാവ് ടു ഇംപ്രൂവ് മൈ ഇംഗ്ലീഷ്. ദാറ്റ്സ് ഓൺലി മെത്തേഡ്. അതുകൊണ്ട് ഇപ്പൊ എനിക്ക് കവിതകൾ എഴുതാനോ ബുക്ക് എഴുതാനോ ഇറ്റ് ജസ്റ്റ് ലൈക്ക് ദാറ്റ് കംസ് ടു മീ. എനിക്ക് അറിയുന്നൊരു സംഭവം, ബിക്കോസ് മൈ ലാംഗ്വേജ് ഈസ് ബാഡ്, ഐ ഹാഡ് നോ ബാരിയർ. മേ ബി പ്രൊനൗൺസിയേഷൻ ക്യാൻ ബി ബാഡ്. That he keeps happening because that's my birth. അപ്പൊ അതുകൊണ്ട് പഠിക്കണം നല്ലപോലെ. ലിസൺ ടു പീപ്പിൾ, കീപ് റിപ്പീറ്റിംഗ്, ക്രിയേറ്റ് ലോട്ട് ഓഫ് പോയിന്റ്സ് ആൻഡ് ദെൻ സ്റ്റാർട്ട് ഇന്റർവ്യൂ. നല്ലൊരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് നിങ്ങളുടെ എഞ്ചിനീയറിംഗ് കോളേജിൽ അതിനൊക്കെയുള്ള കുറെ സ്കോപ്പുകളുണ്ട്. ക്രിയേറ്റ് എ സ്മോൾ ഗ്രൂപ്പ്, സ്റ്റാർട്ട്. ആ ഒരു പഠനം അങ്ങനെയൊക്കെ ആക്കി മാറ്റുന്ന കുറച്ച് പിള്ളേരുണ്ടാവുമ്പോൾ then they will start communicating to you, you will start communicating to them, then improve yourself. That's best. ഞാനൊക്കെ എഞ്ചിനീയറിംഗ് കോളേജിലെ മാനേജ്മെന്റ് പ്രൊഫസർ ആയിരിക്കുന്ന കാലത്തും ഐ ടോട്ട് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ. ഞാൻ MBA പഠിപ്പിക്കുന്ന കാലത്ത് there was one program in which 75 students from neighboring engineering colleges got them all in. I asked them each one of you to write. അന്നൊന്നും എനിക്ക് അത്ര വീഡിയോ കളക്ഷൻ ഇല്ലാത്തതുകൊണ്ട് എൻ്റെ ബിറ്റ് മാത്രം ഉണ്ടാവും ചിലപ്പോൾ. I asked all of them to write down different topics on the spot. നിങ്ങൾ ആലോചിക്കുന്ന എന്ത് ടോപ്പിക് എഴുതാം. 5 ടോപ്പിക് എഴുതണം. കാരണം ആരെങ്കിലും റിപ്പീറ്റ് ചെയ്താലും നിങ്ങൾക്ക് മിസ്സാവരുത്. Put in a sequence, come one by one. I will speak 1 hour, 1 minute or 1.5 minutes. അത്രയും ഉണ്ടാവും. 1 minute minimum, 1.5 minute maximum. 75 into 1.5 minutes. Non-stop, without a break. Not even breaking for what I am going to speak. Start. 1, 2, 3, 4. അങ്ങനെ 75 തീർത്തു. ഒരു മറാത്തൺ. അപ്പൊ ഓരോന്നിന്റെയും കണ്ടന്റ് ഡിഫറെന്റ് ആയിരിക്കും. ഒന്ന് എക്കണോമിക്സ് ആയിരിക്കും, ഒന്ന് ആന്ത്രോപോളജി ആയിരിക്കും, മറ്റേത് സൈക്കോളജി ആവും, മറ്റേത് ജനറൽ സ്റ്റഡീസ് ആവും, മറ്റേത് മാത്തമാറ്റിക്സ് ആവും, ഫിസിക്സ് ആവും, എന്തൊക്കെയോ ചോദിച്ചിരുന്നു. But that was a great check. We can have such programs. ഓൺലൈൻ ചെയ്യാം എപ്പോഴെങ്കിലും. കളക്ട് എ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. കാരണം സത്സംഗിന് മാത്രമേ പഠിപ്പിക്കാൻ പറ്റൂ. ഞാൻ അങ്ങനെയൊക്കെ ചാലഞ്ച് എടുത്തത് എന്തിനാ വെച്ചാൽ ടു ടെസ്റ്റ് മീ, ടു ട്രെയിൻ മീ, ടു ഗെറ്റ് നോ, അതിനു വേണ്ടിയിട്ടാണ് ചെയ്തത്. കാരണം ഈ പ്രൊനൗൺസിയേഷനൊന്നും വലിയ പ്രാധാന്യം വേണ്ട. കാരണം അമേരിക്കയിലുള്ള പ്രൊനൗൺസിയേഷൻ അല്ല ലണ്ടനിൽ, അവിടെയല്ല ഓസ്ട്രിയയിൽ. ഓരോ സ്ഥലത്തും ജർമ്മനിയിലുള്ള ഇംഗ്ലീഷ് ഈസ് എൻറ്റയർലി ഡിഫറെന്റ്. ദേ ഡോണ്ട് ഈവൻ അണ്ടർസ്റ്റാൻഡ് ഇംഗ്ലീഷ് അറ്റ് ഓൾ. അതുകൊണ്ട് ഇംഗ്ലീഷ് അറിയാത്തതുകൊണ്ട് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഇല്ല എന്ന് പറയരുത്. നമുക്ക് നമ്മുടെ പഠനവും ഒക്കെ ആയതുകൊണ്ട് അത് വേണ്ടതുകൊണ്ട് ഇംഗ്ലീഷിനെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. ഇംഗ്ലീഷ് ഇല്ലെങ്കിൽ യു ആർ നത്തിങ് എന്നുള്ള അർത്ഥമൊന്നും ഞാൻ തോന്നാറില്ല. കാരണം ജർമ്മനി ഈസ് ഗ്രേറ്റ്, റഷ്യ ഈസ് ഗ്രേറ്റ്, ചൈന ഈസ് ഗ്രേറ്റ്, നോട്ട് ബിക്കോസ് ഓഫ് ഇംഗ്ലീഷ്. പക്ഷെ ഇന്ത്യ ഹാസ് നോ എസ്കേപ്പ്. Oh yes, without programming, if you to be part of science, scientific, technological, എന്തിലായാലും വിത്തൗട്ട് പ്രോഗ്രാമിംഗ് യു കനോട്ട്. ഞാനൊക്കെ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിൽ ഫോട്രാൻ 77, പാസ്കൽ, ബേസിക് പ്രോഗ്രാമിംഗ് ഒക്കെ വലിയ മാസ്റ്റർ കമ്പ്യൂട്ടേഴ്സിൽ തുടങ്ങിയ ആളാണ്. ദെൻ ഐ കെയിം ടു PhD. We wanted to do C,
ഫോർട്രാൻ 4 തുടങ്ങിയത് അപ്പോഴാണ്. ദെൻ വെൻ ടു സ്പേസ് ഡിപ്പാർട്ട്മെന്റ് ഐ സ്റ്റാർട്ട് ഡാറ്റാബേസ് ബന്ധപ്പെട്ടിട്ടുള്ള SQL, പിന്നെ C++, .NET, ജാവ എല്ലാം ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഒന്ന്, ഇഫ് യു ഡോണ്ട് നോ വാട്ട് ഹാപ്പൻസ് ഈ സംടൈം ഇമ്മീഡിയറ്റ് ഒരു സൊല്യൂഷൻ വേണമെങ്കിൽ യു ആസ്ക് സംബഡി, ട്രാൻസ്ഫർ ദറ്റ് നോളജ്, സംബഡി ഗെറ്റ് ഇറ്റ് ഡൺ ബൈ ദ ടൈം യുവർ ടൈം ലാപ്സസ്. എനിക്ക് എന്നെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പടപടാന്ന് ചെയ്തു. അല്ല, ഞാൻ ആ കാലത്ത് അല്ലാത്തത് കൊണ്ട് എൻ്റെ ഭാഗ്യമാണ്. പിന്നെ എന്ത് ചെയ്താലും യുവർ കോഡ് ഈസ് യുവർ കോഡ്, മനസ്സിലായി. ഇപ്പൊ ഞാനൊക്കെ കവിത എഴുതിയത് ChatGPT വരുന്നതിന് മുമ്പായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു എന്ന് പറയാം. അല്ലെങ്കിൽ ആൾക്കാർ പറയില്ല ഇവൻ കട്ടെടുത്തതാണ് ChatGPT എഴുതിയാന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ എല്ലാ എഴുത്തും ChatGPT ഒക്കെ വരുന്നതിന് മുമ്പാണ് ഞാൻ മാസീവായിട്ട് എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് ഐ ആം ഗ്രേറ്റ്. അപ്പൊ എല്ലാം ChatGPTക്ക് ചെയ്യാൻ പറ്റില്ല. നമ്മളൊക്കെ ചില ജനറൽ പ്രോഗ്രാംസ് ക്യാൻ ബി ഡൺ, യെസ്, ബട്ട് ഐ ഡോണ്ട് തിങ്ക് വാട്ട് അവർ പ്രോഗ്രാംസ് ഡിഡ് ഇൻ ഇമേജ് പ്രോസസ്സിങ്ങോ ആദ്യമായിട്ട് ഞാനാ ചെയ്തിട്ടുണ്ടാവുക. ഇറ്റ്സ് മൈ റിസർച്ച്, മൈ പ്രോഗ്രാം. ഹൗ ക്യാൻ സംബഡി എൽസ്? ChatGPTയിൽ ഒന്നും ലോകത്തിൽ ഇല്ലാത്തൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ, ഉള്ളതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് നിങ്ങൾക്ക് സെർവ് ചെയ്യുന്നല്ലേ ഉള്ളൂ, അല്ലേ? മൂഷികനാം ഞാൻ മൂഷികനിമേൽ, പൂഷകനാം ഞാൻ പൂഷകനിമേൽ എന്ന് പാടിയപ്പോൾ ആ പൂഷകൻ എന്നുള്ളൊരു വാക്ക് ഉണ്ടായിട്ടൊന്നുമില്ലല്ലോ, ഞാൻ ഉണ്ടാക്കിയതല്ല. കവി ഉണ്ടാക്കുന്നതാണ് ആ വാക്ക്. അപ്പൊ അത് ChatGPT തപ്പിയാൽ അങ്ങനെ ഒരു വാക്കിന് അർത്ഥം ഉണ്ടാവും. ഇപ്പൊ 3-2-1 വേൾഡ് എന്ന് അടിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. 3-2-1 വേൾഡ് DrTPS അടിച്ചാലേ കിട്ടുള്ളൂ. കാരണം 3-2-1 വേൾഡ് എന്നൊരു വേൾഡ് എക്സിസ്റ്റ് ചെയ്യുന്നില്ല. DrTPSന്റെ കൂടെ മാത്രമേ അത് എക്സിസ്റ്റ് ചെയ്യുന്നു. ഞാൻ ഉണ്ടാക്കിയ വാക്കാണ്. അത് ChatGPT പഠിക്കണമെങ്കിലുണ്ടല്ലോ ഇനിയൊരു 5 കൊല്ലം പിടിക്കും. കുറേ കാലം കുറേ പേര് ഉപയോഗിച്ച് ഡിമാൻഡ് ഉണ്ടാക്കി എടുത്ത സംഭവം മാത്രമേ ChatGPT. ഇനി അതല്ലാതെ വരണമെങ്കിൽ നോട്ട് ദ 3rd വെർഷൻ, നോട്ട് ദ 4th വെർഷൻ, 5th വെർഷൻ യു ഹാവ് ടു പേ മണി ആൻഡ് ബൈ ഇറ്റ്. അങ്ങനെ പെയ്ഡ് സംഭവം ഉപയോഗിച്ചിട്ട് എൻ്റെ വെബ്സൈറ്റുകളിൽ ഞാൻ ഉപയോഗിച്ചത് മാത്രമൊക്കെ തപ്പി അവർ നോക്കി തപ്പി കണ്ടുപിടിച്ച് തരണമെങ്കിൽ ഇറ്റ് ഈസ് എ പെയ്ഡ് പ്രോഗ്രാം. ഇപ്പം ChatGPT അപ്ലിക്കേഷൻസ് ഇൻ ട്രാൻസ്പോർട്ടേഷൻ ലോജിസ്റ്റിക്സ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട്. ChatGPT 1 കൊല്ലം മുമ്പ് ആരും ഉദ്ദേശിക്കാത്ത സംഭവങ്ങളൊക്കെയാണ് ഞാനന്ന് പറഞ്ഞത്. ആരും ആലോചിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഒരു ഫീൽഡിൽ ChatGPT ഉപയോഗിക്കണം. So I also use ChatGPT, but use for a specific, yes, ഞാൻ എഴുതിയൊരു സംഭവത്തിന്റെ ഗ്രാമർ കറക്റ്റ് ചെയ്യണം. ഐ വാണ്ട് ടു മേക്ക് ഇറ്റ് ഇൻ ടു ഡിഫറെന്റ് പാരഗ്രാഫ്, സെറ്റ് ദം, ഇൻഡെക്സിങ് ചെയ്യണം. പണ്ട് നമ്മൾ സോർട്ട് ചെയ്യുന്നതിന് എക്സൽ ഷീറ്റ് ഉപയോഗിക്കുന്നത്, ഇപ്പൊ ChatGPT ഉപയോഗിച്ച് അതിനേക്കാളും ബെറ്റർ ആയിട്ട് ചെയ്തു. ഐ നോ ലിറ്റിൽ ബിറ്റ് ഓഫ് വേർഡ്സ് പ്രോബബ്ലി. സി, അതാണ് പ്രോംപ്റ്റിംഗ് എഞ്ചിനീയറിംഗ്. ഐ നോ ഹൗ ടു ആസ്ക് എ വെരി സ്പെസിഫിക് ക്വസ്റ്റ്യൻ. Yes, then it will do the rest of the things. But ChatGPT പോയിട്ട് who is DrTPS എന്ന് അടിച്ചു നോക്കിയിട്ടുണ്ട് എൻ്റെ ഫ്രണ്ട്സ്. It's giving you a better prescription that നിങ്ങൾ പ്രിസ്ക്രൈബ് ചെയ്യുന്നതിനേക്കാളും ജസ്റ്റിഫൈ ചെയ്യുന്നതിനേക്കാളും പ്രൊജക്ട് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ChatGPT. അത് ഓരോ സ്ഥലത്തുനിന്നും വ്യത്യസ്തമായിരിക്കും. അത് ഓരോ സ്ഥലത്തുനിന്ന് പറയുമ്പോഴും ആ കോണ്ടെക്സ്റ്റിലൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ പറയാൻ. നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് അത് എഴുതും. Assume that you are a religious person and then ask about DrTPS. It will give you that. നിങ്ങളുടെ ആ ഒരു പ്രിസ്ക്രിപ്ഷൻ രോഗം അനുസരിച്ചിട്ടാണ്. ഓക്കെ, സോ ഇറ്റ്സ് നോട്ട് എ ഡിസ്ക്രിപ്ഷൻ. പനിയെ കുറിച്ച് ഡിസ്ക്രൈബ് ചെയ്യാനല്ലോ ചെയ്യുന്നത്. ദാറ്റ്സ് ഗിവിംഗ് എ സൊല്യൂഷൻ ഫോർ. അപ്പൊ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു പ്രിസ്ക്രിപ്ഷൻ ChatGPT ഡിപ്പെൻഡ്സ് ഓൺ വാട്ട് യു ആർ ഗോയിങ് ടു, or which environment you are into, what is that you are going through the problems. ഇപ്പൊ സൈക്കോളജി ആയിട്ടുള്ള കുറേ ക്വസ്റ്റ്യൻസ് നിങ്ങൾ ചോദിച്ചുകൊണ്ടിരുന്നു വിചാരിക്കും. കുറേ മാനസികമായിട്ട് പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ യൂട്യൂബിൽ അത് തന്നെ കണ്ടുകൊണ്ടിരുന്നു കുറേ ചോദ്യങ്ങൾ. അത് കഴിഞ്ഞിട്ട് ആസ്ക് ഹൂ ഇസ് DrTPS, ഇറ്റ് ഇമ്മീഡിയറ്റ്ലി വിൽ ടെൽ യു ഹിസ് എ സൈക്കോതെറാപ്പിസ്റ്റ്. അപ്പൊ നിങ്ങളുടെ കോണ്ടെക്സ്റ്റ് പഠിച്ച്, നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് പഠിച്ച്, നിങ്ങളുടെ ലോഗ് ഫയൽ ഉണ്ടാക്കി അക്കോർഡിംഗ്ലി ഇറ്റ് വിൽ ആസ്ക്. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. ഇപ്പൊ ഇന്നലെ ഞാൻ എൻ്റെ ഗൂഗിളിനോട് ചോദിച്ചു കറുത്തവാവ് എപ്പോഴാണ്, വെൻ ഈസ് കറുത്തവാവ് എന്ന് ചോദിച്ചു. എപ്പോഴാന്ന് ചോദിച്ചാൽ മനസ്സിലാവില്ല. പക്ഷെ കറുത്തവാവ് എന്നുള്ളത് നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ കറുത്തവാവ് എന്ന് അടിച്ചാലും ഗൂഗിൾ തരുമല്ലോ. ഐ ജസ്റ്റ് വാണ്ടഡ് ടു സീ വെദർ ദറ്റ് മൈ അലക്സ ഓർ മൈ ഗൂഗിൾ വിൽ ടെൽ മീ ദറ്റ്
will capture that voice. Yes, immediately itself. So you can ask. അപ്പോൾ അതുകൊണ്ട് ChatGPT is not a solution, provided there are a lot of people enquiring, or I must have done through my net. കർത്തവാകുന്നോ അടിച്ചു നോക്കിയിട്ടുണ്ടാവും ചിലപ്പോൾ. അങ്ങനെ നോക്കിയിട്ട് എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി അത് വരും, അല്ലെങ്കിൽ അത് വരാൻ ചാൻസ് വരും. സോ ChatGPT is not a solution to the problems in the world. അങ്ങനെയാണ് ഇപ്പം എഞ്ചിനീയേഴ്സ് ഒന്നും വേണ്ടല്ലോ ഈ ലോകത്ത്. അത് ഉണ്ടാക്കണമെങ്കിൽ ഒരു ChatGPT എക്സ്പെർട്ട് ഉണ്ടാവട്ടെ, അതിന് പ്രോഗ്രാമിംഗ് അറിയണ്ടേ. അത് വേണം, അതെ അതെ, പഠിക്കുന്നത് നല്ലതാണ്. പക്ഷെ അതില്ലെങ്കിലും ലോകത്ത് ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈ നോട്ട്? അതില്ലെങ്കിലും നമുക്ക് ജീവിക്കാമല്ലോ, നോ ഇഷ്യൂ. ഇറ്റ് ഹെൽപ്സ് യു. പിന്നെ ഒരു ലോജിക്കൽ, ഒരു പണ്ടൊക്കെ നമ്മൾ പഠിക്കുമ്പോൾ ചാർട്ട് വരക്കണം, യെസ് ഓർ നോ വരക്കണം, അങ്ങനെയൊക്കെ വരച്ചിട്ട് പഠിച്ച ആളാണ് നമ്മളൊക്കെ. അപ്പൊ അതുകൊണ്ട് അത് ജീവിതത്തിലും ഒരു വലിയൊരു ഒപ്റ്റിമൈസേഷൻ വാസ് പോസിബിൾ. മിനിമം നമ്പർ ഓഫ് ലൈൻസ് എഴുതിയിട്ടാണല്ലോ പ്രോഗ്രാം എഴുതുന്നത്. പിന്നെ എനിക്ക് അറിയാലോ എന്താ സംഭവിക്കുന്നത്. ആൻഡ് മോർ ദാൻ പ്രോബബ്ലി ഞാൻ എഴുതിയ പ്രോഗ്രാമിനെക്കാളും കൂടുതൽ ഞാനൊക്കെ ചെറിയൊരു യൂണിറ്റിൽ സയന്റിസ്റ്റായിട്ട് കയറിയത് കൊണ്ട് മേ ബി 5 കൊല്ലം 6 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് ഐ ബിക്കം സീനിയർ, 20 people വർക്കിംഗ് അണ്ടർ മീ. അപ്പം അവരുടെ പ്രോഗ്രാമിങ്ങിലൊക്കെ എറർ കണ്ടുപിടിക്കാൻ ഐ വാസ് വെരി 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 ഫാസ്റ്റ്. അത് നമ്മൾ ആ ലോജിക്ക് അറിയുന്നതുകൊണ്ട് നമുക്കറിയാം ഇന്നടത്താണ് തെറ്റുണ്ടാവുക. പക്ഷെ അന്നൊക്കെ വലിയ പ്രിന്റ് ഔട്ട് എടുത്ത് കൊണ്ടുവരണം. ബിക്കോസ് വി ഡി നോട്ട് ഹാഡ് ദ ലെഗസി ഓഫ് ഹാവിങ് എ ലാപ്ടോപ്പ് അറ്റ് ഹോം. വി ആർ നോട്ട് ഇന്റർനെറ്റ് കണക്റ്റഡ്. ഐ കോണ്ട് സെൻഡ് ഇറ്റ് ടു മൈ മെയിൽ ആൻഡ് ദെൻ ഓപ്പൺ ഇറ്റ് അപ്പ്. രാത്രിയൊക്കെ ഇരുന്ന് കുറേ സമയം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ കുറേ വായിക്കുമ്പോൾ നമുക്കറിയാം, ഓ ഇങ്ങനെയാണ് ഇയാൾ പ്രോഗ്രാം എഴുതുന്നത്. ലെറ്റ് മീ ഓൾസോ ഇംപ്രൂവ് മൈ പ്രോഗ്രാമിംഗ് ഇൻ ദാറ്റ് ലെവൽ. ഞങ്ങളുടെ പ്രോഗ്രാമിംഗ് എന്ന് പറഞ്ഞാൽ പിന്നെ 80,000 ലൈനൊക്കെയുള്ള കോഡുകളാണ്. പ്രിന്റ് ചെയ്താൽ തന്നെ വലിയ 10 കിലോ ഒക്കെ വരും അന്നത്തെ വലിയ പേജ്. ഇറ്റ്സ് മോർ ദാൻ എ ബുക്ക്. വൺ പ്രോഗ്രാം ക്യാൻ ബി മോർ ദാൻ എ ബുക്ക്. അതൊക്കെ മറന്നു ഞാൻ. ഐ എം ഔട്ട് ഓഫ് ഓൾ ദാറ്റ്. ബട്ട് സ്റ്റിൽ ഇന്ന് ഒരു കോൺഫിഡൻസ് സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാൽ അറിയുന്ന പോലെ ഇന്നിപ്പോ ഒരാൾ ഒരു പ്രോബ്ലം തന്നാൽ ടെം ആക്കിണ്ട് പോയിട്ട് ഇറ്റ്സ് എ ഡിഫറെന്റ് മാറ്റർ. പക്ഷെ കമ്പൈലർ പോലും ഉണ്ടാവില്ല എൻ്റെ ലാപ്ടോപ്പിലും. ഐ എം നോട്ട് ഇൻ ടു ദാറ്റ്. ജസ്റ്റ് എല്ലാ മൂക്ക് കോഴ്സും ഓപ്പൺ യൂണിവേഴ്സിറ്റി നിങ്ങളിപ്പം ചെയ്യുന്നത് പോലെ തന്നെ ജസ്റ്റ് ടൈപ്പ് ഇൻ വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട്, ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് MIT ഓപ്പൺ കോഴ്സസ് എന്നടിക്കാം. Then you have to know, yes, this is what I want. If you know this is what you want, then there is a program available. അത് ഈ എഡക്സ് ആയാലും കോഴ്സറ ആയാലും ഉഡാമി ആയാലും സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്കൽ സ്കിൽ സെറ്റിന്റെ കുറേ ഉണ്ട്. പൈത്തൺ ആണെങ്കിൽ ഡോണ്ട് ഗോ ടു ദറ്റ് ഉഡാമി ആൻഡ് ആ ടെക്നിക്കൽ സ്കിൽ സെറ്റിന് മാത്രമായിട്ടുള്ള കുറേ ആപ്സ് ഉണ്ട്. അപ്പൊ അതിൽ പോയിട്ട് പൈത്തൺ അടിച്ചു കഴിഞ്ഞാൽ യു ഗെറ്റ് വാട്ട് ഈസ് ദാറ്റ് യു വാണ്ട്. ദെൻ മേ ബി യു ലുക്ക് അറ്റ് ഇൻസൈഡ് ഹൗ മച്ച് ടു പേ. നോ, ഐ എം നോട്ട് റെഡി ടു പേ. ഷോ മീ സം ഫ്രീ കോഴ്സസ്. ദേ വിൽ ഷോ യു സം ഫ്രീ കോഴ്സസ്. അങ്ങനെ 1, 2, 3 സ്ഥലത്ത് ചെയ്ത് യെസ് യു ഗെറ്റ് എ കോൺഫിഡൻസ് ദാറ്റ് യാ ഐ നോ. ഇപ്പം ഞാൻ എന്നെ എഞ്ചിനീയറിംഗ് കോളേജിൽ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്ന പല കുട്ടികളും എന്നെ വിളിച്ചു പറയും ഞാൻ 5 ചെയ്തു 10 ചെയ്തു. ഫീൽ സോ ഹാപ്പി. നോ, they know probably much better than the teachers they are going to talk. അതൊക്കെ പഠിച്ചിട്ട് കോളേജിൽ വരുന്ന കുറെ പിള്ളേരുണ്ട്. അറ്റ്ലീസ്റ്റ് എൻ്റെ കുട്ടികൾ കുറെ പേര്. ഇറ്റ്സ് മസ്റ്റ്. അതൊന്നുമില്ലാത്ത പലരും സി. പക്ഷെ ഞാൻ ഇപ്പോഴും പറയാറുണ്ട്, ഇഫ് ഐ പുട്ട് 1 ഇംഗ്ലീഷ് ആൻഡ് 1 മലയാളം, മലയാളത്തിന് 2 മണിക്കൂർ കൊണ്ട് 600 പേര് 700 പേരൊക്കെ ചിലപ്പോൾ കണ്ടു. പക്ഷെ ഇംഗ്ലീഷ് ആയിട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും 100 ക്രോസ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. ബിക്കോസ് പീപ്പിൾ ഡോണ്ട് ലുക്ക് അറ്റ് ഇറ്റ്.
വളരെ സ്പെസിഫിക് ആയിട്ടുള്ള പ്രോഗ്രാംസിനെ ചെയ്യാം. ദർ ആർ ലോട്ട് ഓഫ് ജനറൽ ടോക്ക് ഓൺ അങ്ങനെയുള്ള കുറേ പേരുമായിട്ട് ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ദർ ആർ ലോട്ട് ഓഫ് ഡിഫറെൻറ്റ് സബ്ജക്ട്സ് വിച്ച് ആയിട്ട് അത് അത്തരം സെമിനാറുകളൊക്കെ ലൈബ്രറി എന്നൊക്കെ നടത്തുന്ന പിള്ളേർക്കൊന്നും ഇംഗ്ലീഷ് അറിഞ്ഞുകൊണ്ടല്ല, ഇന്റർനെറ്റ് ഉണ്ടായതുകൊണ്ടല്ല. But they do it because they wanted to communicate, they want to learn, they want to talk to people. നമ്മളങ്ങനെ ഇതൊക്കെ ഈ ഫെസിലിറ്റി ഒക്കെ ഉണ്ടായിട്ടും കേരളത്തിലും ഇന്ത്യയിലും പല സ്ഥലത്തും കാണുന്നില്ല എന്നുള്ളതാണ് പരിതാപകരമായ അവസ്ഥ. ഇപ്പൊ പാകിസ്ഥാനിലുള്ള പിള്ളേരൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, അത്രയും പേര് ഇന്ത്യയിൽ നിന്ന് ചെയ്യുന്നില്ല എന്നുള്ള സങ്കടം. I am not able to do it properly. I am not able to get that much. നമ്മൾ വളരെ അക്കാഡമിക് ആയി പോയി. സർട്ടിഫിക്കറ്റ് വേണം, ജോലി വേണം, കല്യാണം കഴിക്കണം, പിള്ളേരുണ്ടാക്കണം. ഇതായി നമ്മുടെ ജന്മം എന്നായി പോയി. അല്ല, എനിക്ക് ചെയ്യണം എന്നുണ്ട്. പക്ഷെ എന്താ വെച്ചാൽ ഇപ്പം ഞാൻ പണ്ടുണ്ടായിരുന്ന എൻ്റെ ഒരു എൻവയോൺമെന്റ് എന്ന് പറയുന്നത് എൻ്റെ ബ്രദർ ഉണ്ടായിരുന്നു. ഐ വാണ്ട് ടു സ്റ്റേ വിത്ത് ഹിം. ഞങ്ങളുടെ സ്കൂളിൻ്റെ മാനേജർ എൻ്റെ ബ്രദറായിരുന്നു. സോ ഹി കീപ്സ് കമ്മിങ് ടു മൈ നേറ്റീവ്. എൻ്റെ സിസ്റ്റർ വാസ് സ്റ്റേയിങ് ഡയഗണലി ഓപ്പോസിറ്റ്. നൗ ഷീ വെന്റ് വിത്ത് ഹർ ഹസ്ബൻഡ് ടു US. മക്കളൊക്കെ അമേരിക്കയിലാണ്. അവർ 6 മാസം കഴിയുമ്പോൾ വരും. പിന്നെ എൻ്റെ നേരെ ഡയഗണലി ഓപ്പോസിറ്റ് ദർ വാസ് എ കസിൻ ഹു കൻ സിംഗ് ഇൻ 7 languages. ഹി വാസ് മൈ എൻ്റർടൈനിങ് പേഴ്സൺ. ഹി ഈസ് നോ മോർ നൗ. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാലും എൻ്റെ കഞ്ഞി കിട്ടണമെങ്കിൽ പോലും ഞാൻ ഐ വിൽ ഹാവ് ടു ഗോ ടു സം റിലേറ്റീവ്സ് ഹൗസ് ഓർ ഗെറ്റ് സംബഡി. ആള് വരും. ദ ടൈം ഐ ഗോ സോ മെനി പീപ്പിൾ കം ആൻഡ് ദെൻ ആക്ടിവിറ്റി വിൽ കം. പക്ഷേ ആ ഒരു ടെമ്പോ കുറച്ച് നഷ്ടപ്പെട്ടു. പിന്നെ ദർ ആർ ലോട്ട് ഓഫ് ഡിമാൻഡ്സ് നോ. എവരി നോ ഒരാഴ്ച ഇവിടെ വന്ന് താമസിച്ചിട്ട് ബൈ ദ ടൈം ഐ വാഷ് മൈ ക്ലോത്ത്സ് ആൻഡ് അയൺ ഇറ്റ് ആൻഡ് ഗെറ്റ് റെഡി. നൗ ഒരാഴ്ച എനിക്ക് ഗോവയാണ്. If somebody is arranging and I am getting 60 people, they are giving me food, they are giving me accommodation, they are giving my airfare, right? Why should I do my own? നമ്മളിപ്പോൾ കുറേ പേരെ താമസിക്കുമ്പം വെള്ളമില്ല, മോട്ടർ അടിക്കണം, അയാൾക്കാർക്കെങ്കിലും പനി വന്നാൽ മരുന്ന് കൊടുക്കണം, ഡോക്ടർ അടുത്ത് കൊണ്ടുപോകണം. ഈ കഷ്ടപ്പാടൊക്കെ ഞാൻ എന്തിനാ എടുക്കണം വെച്ചിട്ടാണ്. അതല്ലാതെ യെസ്, ഇഫ് ദർ ആർ നമ്പർ ഓഫ് സ്റ്റുഡൻസ് കമ്മിങ് ആൻഡ് സേ ഐ ഡിഡ് ഇറ്റ്. ലാസ്റ്റ് ചെയ്തത് അമേരിക്കയിൽ നിന്ന് എൻ്റെ കുറച്ച് ഫ്രണ്ട്സും അവരുടെ വരുമ്പോൾ ഐ സെഡ് ദേ വാണ്ടഡ്. ഐ സെഡ് ഫൈൻ, ലെറ്റ് us come. അതിന് മുമ്പ് ഡിസംബറിൽ മൈ സൺസ് മാരേജ് വാസ് ദർ. ദാറ്റ് ഈസ് വൈ യു ടൈപ്പ് 23/12/25. ഡിസംബർ 25 എൻ്റെ മകൻ്റെ മാരേജ്. ആൻഡ് റൈറ്റ് നാനം DrTPS. യു വിൽ സീ മൈ ഹൗസ് ലൈക്ക് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് പ്ലേസ് ഓഫ് എൻ്റർടൈൻമെൻ്റ് ഒക്കെ ഒരു വലിയൊരു റിസോർട്ട് പോലെയൊക്കെ കാണും. അത് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഐ വാസ് ഇൻ എ ത്രിൽ ഓഫ് ഗോയിങ് ദർ അഗെയിൻ. സോ കണ്ടക്റ്റഡ് എ പ്രോഗ്രാം. അതിന് മുമ്പ് 5 years ഇറ്റ് വാസ് ഓൾമോസ്റ്റ് ക്ലോസ്ഡ്. കോവിഡ് വന്നതിന് ശേഷം ഇറ്റ്സ് ഓൾമോസ്റ്റ് ക്ലോസ്ഡ്. 2017-18 ശേഷം ഇറ്റ്സ് ഓൺലി 23 ആയി ഓപ്പൺ. 3.5 years. യാത്രയും അങ്ങനെയാണ്. ഗൾഫിൽ പോയി തുടങ്ങിയ കണ്ടിന്യൂസ് ഗൾഫ് യാത്രയാണ്. പിന്നെ നിന്ന് കഴിഞ്ഞാൽ നിൽക്കും. അതെ, ഓരോ സ്ഥലത്തും അങ്ങനെയാണ്. പണ്ട് കോട്ടയത്ത് സ്ഥിരമായിട്ട് വിളിക്കുമായിരുന്നു. സോ കണ്ടിന്യൂസ് കോട്ടയം, തിരുവനന്തപുരം, ആലപ്പുഴയൊക്കെ ആയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ആ ഒരു ചൂട് കുറയും. I am like a flow, like a river, grow like a tree. ആരെങ്കിലും വിളിച്ച ആ ഭാഗത്ത് പോകും. ബിക്കോസ് ഐ ഹാവ് നോ കമ്മിറ്റ്മെന്റ്. ഐ ഹാവ് നോട്ട് കമ്മിറ്റഡ് ടു എനിവൺ. ബേസിക്കലി മാത്തമാറ്റീഷ്യൻ ആണ്. MSc പഠിച്ച കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ്. ബട്ട് ദെൻ ഐ ടേൺഡ് ഇൻടു ഫ്ലൂയിഡ് മെക്കാനിക്സ് PhD. എനിക്ക് അറിയൊന്നുമില്ല സംസ്കൃത്. ഐ നോ ഹൗ ടു റീഡ്. ഇപ്പൊ ചിന്മയ സ്വാമിയുടെ ഭഗവത്ഗീത എൻ്റെ കൈ 20 സെക്കൻഡിൽ എപ്പോഴും ഉണ്ടാവും. ഇതൊരു 1000 പ്രാവശ്യം വായിച്ചാൽ സംസ്കൃതം പഠിക്കുകയില്ലയോ? ഏത് ശ്ലോകം വായിച്ചാലും കണ്ണും ചിമ്മിട്ട് പറയും. അർദ്ധരാത്രിക്ക് ഉറങ്ങുമ്പോൾ പോലും നിങ്ങൾ ശ്ലോകം പറഞ്ഞു, ഞാൻ എൻ്റെ അർത്ഥം പറഞ്ഞു. മനസ്സിലായോ? ചിന്മയ പറയുന്ന പോലെ അല്ല പറയാ. ദോ ഐ സ്റ്റഡി ദിസ്, മൈ ഇന്റർപ്രിട്ടേഷൻ ഈസ് എ മിക്സ് ഓഫ് ഡിഫറെന്റ് ഭഗവത്ഗീതാസ്. നിത്യചൈതന്യ യതിയുടെ സ്വാധ്യായം, ശങ്കരാചാര്യന്റെ കമന്റേഷൻ, അങ്ങനെ പലരുടെയും, ചിദാനന്ദപുരി സ്വാമികളുടെ, നാരായണ തപോവൻ സ്വാമികളുടെ, അങ്ങനെ വ്യത്യസ്തമായ ആൾക്കാരുടെ കേട്ട് 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 ശീലിച്ച്. പക്ഷെ ഒരു ബേസിക് റെഫറൻസ്, ശ്ലോക ടു ശ്ലോക റെഫറൻസുകൾ മാത്രമുണ്ട് ഇതിനകത്ത്. ഏത് ശ്ലോകം എവിടെ റിപ്പീറ്റ് ചെയ്യുന്നു, ഏത് ശ്ലോകം എവിടെ ചെയ്യുന്നു, അതിലുള്ള മാത്സ് എവിടെ, ഫിസിക്സ് എവിടെ, കെമിസ്ട്രി എവിടെ, അതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു 4-5 പ്രാവശ്യം വളരെ ഇൻഫോർമലായിട്ട് 4-5 പ്രാവശ്യവും ഫോർമലായിട്ട് 3 പ്രാവശ്യവും ഭഗവത്ഗീത പഠിപ്പിച്ചു. അപ്പൊ അത് പഠിപ്പിക്കുമ്പോൾ നമ്മൾ ഓരോ വാക്കുകളും കുറെ പ്രാവശ്യം
ഐ ഡോണ്ട് നോ സംസ്കൃതം, ഇപ്പോഴും അറിയുമെന്ന് ഞാൻ പറയുന്നില്ല. ബട്ട് യെസ്, ഐ ക്യാൻ ഇന്റർപ്രറ്റ്, ഐ ക്യാൻ ടെൽ. അപ്പം നമ്മളിപ്പം ശ്രീലങ്കയിൽ പോകുന്ന സമയത്ത് എൻ്റെ പ്രോഗ്രാം കോർഡിനേറ്റ് ചെയ്ത് സുജീവ എന്ന് പറഞ്ഞ പേരാണ്, ഡോക്ടർ പ്രൊഫസർ സുജീവ. അപ്പം ഞാൻ പറഞ്ഞു, ഓ നല്ല ജീവൻ, സുജീവനാണല്ലോ. അവരിതുവരെ അത് ആരും പറഞ്ഞു കേട്ടിട്ടില്ല, കാരണം അത് സിൻഹള ഭാഷയാണ്, അതിൽ സംസ്കൃതം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഒന്നും അവർക്കറിയില്ല. ഓ യു ആർ സോ ത്രിൽഡ് നോ. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ. ഇപ്പം അവരുടെ ഹസ്ബൻഡിന്റെ പേര് ദുഷ്യന്തൻ. അവർക്കറിയില്ല ഇങ്ങനെ ഒരു കാളിദാസൻ കുമാരസംഭവം എഴുതിയിട്ടാണ് ദുഷ്യന്തൻ എന്നുള്ള പേര് വന്നത്. അപ്പൊ നമ്മൾ കാളിദാസനും ശകുന്തളയും കഥയും ഒക്കെ പറയുന്ന സമയത്ത് ഞാൻ അവരുടെ വൈഫിന് അവസാനം സുജീവ എന്ന് വിളിക്കുന്നതിന് ശകുന്തള എന്നാണ് വിളിക്കാറ്. സോ ലെറ്റ് ദറ്റ് ഗെറ്റ് ഇംപ്രസ്ഡ് ഓൺ ദം, റൈറ്റ്? മനസ്സിലായേ? അപ്പൊ അങ്ങനെ നമ്മൾ ആ കോണ്ടെക്സ്ച്വൽ ആയിട്ട് പഠിച്ച് വർക്ക് ചെയ്ത് അത് ഉണ്ടാക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ഐ തിങ്ക് അത് ചെയ്തു കഴിഞ്ഞാൽ ലേണിംഗ്, ഐ എം നോട്ട് ഇൻ ടു ലാംഗ്വേജ്, ഐ എം ഇൻ ടു ലിറ്ററേച്ചർ. സംസ്കൃതം ലാംഗ്വേജ് എനിക്കറിയില്ല, സംസ്കൃതം ലിറ്ററേച്ചർ കൈകാര്യം ചെയ്യാൻ എനിക്കറിയാം. കുറേ കവിതകൾ വായിച്ചു തോന്നുന്നു. പണ്ട് പഠിച്ചിട്ടുണ്ട് കുക്കുടാഹ പൂജന്തി എന്നൊക്കെ പറഞ്ഞു, അതും കാര്യമൊന്നും ഉണ്ടായില്ല. പണ്ട് ഒരു കൊല്ലങ്ങാറ്റം സംസ്കൃതം പഠിച്ചിട്ടുണ്ട്. പക്ഷെ കവിതകളും വാക്കുകളും ഒക്കെ ആവശ്യത്തിന്, അതുകൊണ്ട് സംസാരിക്കാനൊന്നും എനിക്കറിയില്ല. പല സംസ്കൃത ക്ലാസ്സുകൾ ഇനോഗ്രേറ്റ് ചെയ്യാനും എന്നെ വിളിച്ചിട്ടുണ്ട്. ഞാൻ അവിടെയൊക്കെ പറഞ്ഞു എനിക്കറിയില്ല, നിങ്ങളെ തെറ്റിദ്ധരിച്ചാണ്, എനിക്കറിയില്ല. അങ്ങനെ പറഞ്ഞാലും അവർ നിർബന്ധപൂർവ്വം വിളിച്ചുകൊണ്ട് ഞാൻ അവിടെ ഇനോഗ്രേറ്റ് ചെയ്യുകയും ചെയ്യും. അപ്പം ഞാൻ ചിലപ്പോൾ ഹിന്ദിയിലോ തെലുങ്കിലോ ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെയാണ് പറയാറ്. പക്ഷെ നിങ്ങൾ പറഞ്ഞു എനിക്ക് മനസ്സിലാവും സംഭവമൊക്കെ, കാരണം അങ്ങനെ ഒരു കൈകാര്യം ചെയ്യേണ്ട, കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട ഒരു ഭാഷയാണ് സംസ്കൃതം എന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല. എൻ്റെ അടുത്ത സുഹൃത്തുക്കൾ അങ്ങനെയുണ്ട്. ഇപ്പം ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന പ്രൊഫസർ തിരുവനന്തപുരത്ത്, കുടുംബം ഫുൾ സംസ്കൃതത്തിലാണ് പറയുക. ചെറിയ മോൻ എൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴും സംസ്കൃതത്തിൽ തന്നെയാണ് അച്ഛനോട് ചോദിക്കുക, ചോറ് വേണ്ട അല്ലെങ്കിൽ അത് വേണ്ട, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും. പറ്റാത്തതുകൊണ്ടല്ല, പഠിക്കാൻ എനിക്കും പറ്റും, പക്ഷെ ഐ ഡോണ്ട് സീ കോണ്ടെക്ച്വലി ഐ ക്യാൻ യൂസ് ഇറ്റ്. ഇപ്പം ഇന്നാരോ പറയണ്ടായിരുന്നു എന്തുകൊണ്ട് ജർമ്മനി പഠിക്കുന്നില്ല, ഐ എം നോട്ട് ഗെറ്റിംഗ് എ ചാൻസ് ടു സ്പീക്ക് ഇൻ ജർമ്മനി, വൈ ഷുഡ് ഐ ലേൺ ജർമ്മനി? അല്ല, ഈ കോച്ചിങ് സെന്ററിൽ ഞാനും പോയിട്ടുണ്ട്. ഞാനിപ്പോ പല കോച്ചിങ് സെന്റർ വിളിച്ചാലും ഞാൻ പോകും. അതെ, ഇറ്റ്സ് ഗുഡ്, ഇറ്റ് ഈസ് ഗുഡ്. കാരണം നമുക്ക് ആ സബ്ജക്റ്റ് ഒന്നും കൂടി തറവാവും. പക്ഷെ അങ്ങനെ ഒരു കോച്ചിങ് സെന്റർ റൺ ചെയ്യുന്നതിനെ കുറിച്ച് എൻ്റെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, യെസ്, ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടീച്ചേഴ്സ് ആർ നോട്ട് ഗുഡ്, മേക്കിംഗ് ദം ടു പ്രിപ്പയർ ഫോർ എക്സാമിനേഷൻ, continuously writing exam, pushing them up, all that process is good in a coaching center. Because ഞാൻ കുറേ കോച്ചിങ് സെന്ററിൽ ആര് വിളിച്ചാലും പോയിട്ടുണ്ട്, കണ്ടിന്യൂസ് ആയിട്ട് കോച്ചിങ് സെന്ററിലൊക്കെ ക്ലാസ് എടുത്തിട്ട് പോയിട്ടുണ്ട് ഞാൻ കേരളത്തിൽ. പക്ഷെ പഠിക്കാനുള്ള ടെക്നിക്കും ഒക്കെ മനസ്സിലാക്കിച്ചു കൊടുക്കുക. ഏത് റണ്ണിങ് റേസിന് പോകുന്നവനും ഓടാൻ പ്രാക്ടീസ് ചെയ്യണം. എനിക്ക് നടക്കാൻ അറിയാം, ഓടാൻ അറിയാന്ന് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യാൻ ഓടാൻ പോകാറില്ല. അതുകൊണ്ട് പ്രാക്ടീസ് ചെയ്യുന്ന സ്ഥലമാണ് കോച്ചിങ് സെന്റർ. അതാണ് കോച്ചിങ് എന്നുള്ള അർത്ഥം. ദാറ്റ്സ് ഗുഡ്, നോട്ട് ബാഡ്. Yeah, you should go, and they pay you much better than any other places, and they are making a lot of money, and if you can start also, nothing bad. എൻ്റെ തന്നെ സ്റ്റുഡൻസ് പലരും പല സ്ഥലത്തും തുടങ്ങിയിട്ടുണ്ട്. ഐ സെഡ് സ്റ്റാർട്ട്. കാരണം അത് നമുക്ക് പൂർണ്ണമായിട്ടും ക്ലോസ് ചെയ്യാൻ പറ്റുമൊന്നുമില്ല. പക്ഷെ എനിക്ക് ആകെ വിരോധമുള്ളത് റിപ്പീറ്റ് ചെയ്യുന്ന ഗ്രൂപ്പുകൾ, വളരെ സൈക്കോളജിക്കലായിട്ട് ഹറാസ് ചെയ്യുന്ന സ്ഥലങ്ങൾ, അങ്ങനെയൊക്കെ കാണുമ്പോഴാണ് കഷ്ടം. റിപ്പീറ്റ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഞാൻ ഐ വിൽ ബിക്കം ക്രൂവൽ. ബട്ട് സംബഡി സേസ് കോച്ചിങ് സെന്റർ, യെസ്, യു നീഡ് സം പ്ലേസ് വേർ യു നോ ഹൗ ടു റൈറ്റ് എക്സാംസ്. അവിടെ വരുന്നവരൊക്കെ ഒരേ സ്ഥലത്ത്, ഞാൻ ഒറ്റക്ക് ഓടിയാൽ എനിക്ക് എപ്പോഴും എൻ്റെ ഓട്ടം നല്ലതാണോ എന്ന് പറയാൻ പറ്റില്ല. 4 പേര് കൂടെ നിന്ന് ഓടുമ്പോഴല്ലേ എനിക്ക് മത്സരത്തിൻ്റെ ഒരു ബോധം ഉണ്ടാവും. അപ്പം എല്ലാ കോച്ചിങ് സെന്ററിലും മത്സരത്തിൻ്റെ ബോധം ഉണ്ടാക്കാൻ നല്ലതാണ്. പക്ഷെ അത് നോക്കിയിട്ട് പഠിക്കുന്നതിൻ്റെ കൂടെ കോച്ചിങ്ങും ചെയ്ത് അത് കിട്ടിയില്ലെങ്കിൽ യു ഡോണ്ട് ഹാവ് ടു ഗെറ്റ് ഔട്ട് ഓഫ് ദ വേൾഡ്. അത്രേ ഉള്ളൂ. അല്ല, എൻ്റെ മക്കളും, എൻ്റെ മകൻ ബിടെക് പഠിച്ച മകനൊക്കെ കോച്ചിങ്, കാരണം ഇവിടെ വേറെ ഓപ്ഷൻ ഇല്ല. സി, ഹൈദരാബാദിന്റെ ഒക്കെ സ്ഥിതി, നാരായണ, ചൈതന്യ, ഈ 2 ഗ്രൂപ്പ് നടത്തുന്ന കോർപ്പറേറ്റ് +2 പ്രോഗ്രാംസ്.
അതല്ലെങ്കിൽ ഗവൺമെന്റ് പോകണം. പ്രൈവറ്റ് അതിന് ഇടയിലൊന്നും ഇല്ല നമുക്കിവിടെ. ഗവൺമെന്റ് സ്കൂൾസിൽ പറഞ്ഞേക്കണോ, സെക്കൻഡറി ആയിട്ടുള്ള തേർഡ് റേറ്റ് ആയിട്ടുള്ള ഡി ഗ്രേഡ് ഉള്ള കോളേജിൽ പറഞ്ഞേക്കണോ, +1 +2 പറഞ്ഞേക്കണോ, CBSE സ്കൂളിൽ പറഞ്ഞേക്കണോ, ഇത് വേണം. 100% ദിസ് ഈസ് മച്ച് ബെറ്റർ ബിക്കോസ് വീട്ടിൽ തൊട്ടടുത്തുണ്ടാവും. എൻ്റെ വീട്ടിൽ നിന്ന് 10 മിനിറ്റ് നടക്കാനോ അല്ലെങ്കിൽ 20 മിനിറ്റ് സൈക്കിളിൽ പോകാനോ പറ്റുന്ന ദൂരത്തിൽ ഉണ്ടെങ്കിൽ വൈ ഷുഡ് ഐ സെൻഡ് ദം ടു എ ഫാർ ഓഫ് പ്ലേസ്? ഇതാണ് ഏറ്റവും കൂടുതലുള്ളത്. ദേ ഹാവ് ലോട്ട് ഓഫ് ബ്രാഞ്ചസ്. ആ സമയത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളത് ഫൈൻഡ് ഔട്ട് വാട്ട് യു ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്, ഗോ ടു ടീച്ചേഴ്സ്, ലേൺ, മേക്ക് എ ഗുഡ് ഗ്രൂപ്പ്, ലോട്ട് ഓഫ് ഗ്രൂപ്പ് ആക്ടിവിറ്റി ടു ലേൺ. അതൊക്കെ ചെയ്യാം. Good enough? So come back with some questions and glad to discuss. അതായത് സബ്ജക്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, ഫിസിക്സ് ആയാലും. ഞാൻ ക്വാണ്ടം കമ്പ്യൂട്ടിങ്ങിന്റെ ക്വാണ്ടം ജമ്പ് എന്നൊരു കൺസെപ്റ്റ് ഉണ്ട്, അറിയില്ലേ? കേട്ടിട്ടുണ്ടോ? ക്വാണ്ടം ജമ്പ്. എൻ്റെ ഏതൊരു സ്റ്റുഡൻറ് ഉണ്ടായിരുന്നു, ഷീ ഡിഡ് എ പ്രോജക്റ്റ്, ഒരു സ്റ്റുഡൻറ് പ്രോജക്റ്റ് ഇൻ USA. വാട്ട് ഷീ ഡിഡ് വാസ് ഓൺ ക്വാണ്ടം ജമ്പ്. ആ വീഡിയോ ഞാൻ നോക്കണം. Somewhere it is there. I'll കിട്ടിക്കഴിഞ്ഞാൽ അയച്ചു. ക്വാണ്ടം ടണലിംഗ്, സോറി. ക്വാണ്ടം ടണലിംഗിനെ കുറിച്ചൊരു പ്രോജക്റ്റ് ചെയ്തൊരു കുട്ടിയെ, ഐ തിങ്ക് യെസ്, കുറെ കൊല്ലം, 2019, 5 കൊല്ലം. That was one of my students. Quantum tunneling, DrTPS നടിച്ചാൽ I think you should get that. അത് നന്നായിട്ട് പ്രസന്റ് ചെയ്തിട്ടുണ്ട്, വീഡിയോ ഒക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. So there are good students who make beautiful videos. അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു മെത്തേഡ് ഉണ്ടല്ലോ, the technique of explaining was done beautifully. അതിന് ഞാൻ ഗൈഡ് ചെയ്തൊക്കെ കുട്ടിയാണ്, but I gave some guidance. Quantum tunneling സാറ്റ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു. ഷി വാസ് മൈ സ്റ്റുഡൻറ്. രതീഷ. GRE എക്സാം മിക്കവാറും എബ്രോഡിലുള്ള നല്ല യൂണിവേഴ്സിറ്റികളൊക്കെ ദേ ആസ്ക് യുവർ GRE സ്കോർ. അത് PhD-ക്കല്ല, ജനറലി ദാറ്റ് ഈസ് ഫോർ ഗ്രാജുവേഷൻ, പോസ്റ്റ് ഗ്രാജുവേഷൻ, അതിനൊക്കെയാണ് വേണ്ടത്. PhD-ക്ക് it's all depends on the guide and the university. Even including English communication depends on the university and the guide. അത് എവിടെയാണ് പോകുന്നത്, ഏത് യൂണിവേഴ്സിറ്റിയിലാണ് പോകുന്നത്, ആരാണ് ഗൈഡ്, ഇതിനൊക്കെ ഒരു വെസ്റ്റ് യൂണിവേഴ്സിറ്റിയിലും there is no rule. It is the faculty who decides the rules. എനിക്കൊരാൾ, ഞാൻ ഇംഗ്ലീഷ് BA ലിറ്ററേച്ചറാണ് പഠിച്ചത്, എനിക്ക് നാളെ മുതൽ പ്രോഗ്രാമിംഗ് മാസ്റ്റേഴ്സ് കമ്പ്യൂട്ടർ സയൻസിൽ എടുക്കണം എന്ന് പറഞ്ഞാൽ ഐ വിൽ ആസ്ക് യു ടു റൈറ്റ് എ ബ്രിഡ്ജ് കോഴ്സ്. ഈ പേപ്പറൊക്കെ നിങ്ങൾ പാസ്സായി കഴിഞ്ഞാൽ യു ക്യാൻ ബിക്കം സ്റ്റുഡൻറ്റ്. മിനിമം ആ ഗ്രേഡ് ടെസ്റ്റ് ചെയ്യാനുള്ള ഒരു എക്സാം നിങ്ങൾ എഴുതി പാസ്സാവണമെന്നേ ഉള്ളൂ. നെക്സ്റ്റ് ഓപ്ഷൻ ഈസ് യു വാണ്ട് ടു റൈറ്റ് ഇറ്റ് ദർ ഓർ യു റൈറ്റ് ഇറ്റ് ഹിയർ. പിന്നെ എന്തിനാ ഇംഗ്ലീഷിൻ്റെ ഒക്കെ ചോദ്യം ചോദിക്കുന്നതും GRE ചോദിക്കുന്നതും? നിങ്ങൾക്ക് ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ ബേസിക് ഇല്ലെങ്കിൽ when you go and listen to the lecture, probably you don't understand. So why do you pay and then go there and fail? ഇപ്പോൾ മിനിമം സ്റ്റാൻഡേർഡ് ഉള്ളവർക്കല്ലേ അത്. ഇത് ചാടാൻ പറ്റുന്ന ഒരാളല്ലേ ഞാൻ വലിയൊരു വെള്ളച്ചാട്ടത്തിലേക്ക് എത്തിക്കണ്ടു, അല്ലെങ്കിൽ നല്ല വീണ് ചത്തുപോകും. അതുകൊണ്ട് തരികട നടത്തിയിട്ട് അവിടേക്ക് എത്തിയിട്ട് ഇതൊന്നും ഇല്ലാണ്ട് പോകുന്ന പല യൂണിവേഴ്സിറ്റികളിലൊക്കെ പഠിച്ച് പിന്നെ ജോലി കിട്ടാത്തവരും അവിടെ തോറ്റവരും ആത്മഹത്യ ചെയ്തവരും ഒക്കെ എനിക്കറിയാം. എല്ലാവരും സക്സസ്ഫുൾ ആണെന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊന്നും സക്സസ്ഫുൾ അല്ലാതെ അടിതെറ്റി വീണ് മരിച്ച് ആത്മഹത്യ ചെയ്ത ആൾക്കാർ കുറേ പേരുണ്ട് എനിക്കറിയുന്നത്.
അപ്പോൾ അതുകൊണ്ട് വളരെ കോഷ്യസ് ആയിട്ട് യെസ് ഗോ ടു ദ ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ഗോ ടു ദ ഓൾ എക്സാമിനേഷനൊക്കെ പാസ്സായിട്ട് പോവാണ് നല്ലതെന്ന് പറയാം. സോ ലുക്ക് അറ്റ് ദ ക്രൈറ്റീരിയ എന്നതൊക്കെയാണ് വേണ്ടത്. ചെക്ക് സന്തോഷമൊക്കെ ആയിരിക്കും. ഇപ്പം ലണ്ടനിൽ പഠിക്കാൻ കിട്ടി, ഒരു എക്സാമും വേണ്ട, ഇംഗ്ലീഷ് എക്സാം ഇല്ല, GRE ഇല്ല, യെസ് 2 കൊല്ലം എൻജോയ് ചെയ്തു. അത് കഴിയുമ്പോഴാണ് എവിടെയും ജോലി കിട്ടാണ്ട് തിരിച്ച് നാട്ടിൽ ആ 2 കൊല്ലവും 2 കൊല്ലത്തെ വർക്ക് വിസയും കിട്ടും. 4 കൊല്ലം വർക്ക് ചെയ്താൽ സ്പെൻഡ് ചെയ്ത 20 lakhs ദേ ക്യാൻ ഗെറ്റ് ബാക്ക്. അത് കഴിഞ്ഞാൽ ആ ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരിക്കാം, ഏതെങ്കിലും കോളേജിൽ വർക്ക് ചെയ്യും. ചിലപ്പോൾ കോളേജിൽ എടുക്കും, പല കോളേജുകളും എടുക്കാറില്ല, കാരണം ദാറ്റ് യൂണിവേഴ്സിറ്റി ഇറ്റ്സെൽഫ് ഈസ് ഔട്ട് ലിസ്റ്റഡ്. അങ്ങനെയും പറ്റാം. അതുകൊണ്ട് നല്ല യൂണിവേഴ്സിറ്റികളിൽ ക്വാളിഫിക്കേഷനുള്ള ഈ പല MBBS പോകുമ്പോൾ ലിസ്റ്റ് ഓഫ് മെഡിക്കൽ കോളേജസ് അപ്രൂവ്ഡ് ഇൻ ജോർജിയ, അപ്രൂവ്ഡ് ഇൻ റഷ്യ എന്നിട്ട് ലിസ്റ്റ് തന്നെ അവൈലബിൾ ആണ് ഇന്ത്യയിൽ. അത് ദാറ്റ്സ് ഓൾ ഡൺ ബൈ ഇന്ത്യൻ ഗവൺമെന്റ്. ഇന്ന യൂണിവേഴ്സിറ്റികളിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോവാം, ഇന്നെടുത്ത് പോകരുത്, ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഗുഡ് ഇനഫ്. ഞാൻ ഒന്ന് സേവ് ചെയ്യട്ടെ. I should